What do you feel now? ഉം. ഓർമ്മ ആണ് മെയിൻ അല്ലേ? പേടിയുണ്ട്, ട്രാക്കിലാവുന്നില്ല. എന്നാൽ എനിക്ക് തോന്നുന്നു റീടെസ്റ്റിനുള്ള ഒരു വിധം എല്ലാവരും അത്യാവശ്യം പ്രിപ്പയർഡ് ആയ പോലെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ആൻസർ പറയുന്നതാണെങ്കിലൊക്കെ കേൾക്കുമ്പോ നമുക്ക് നോക്കാം. ഓക്കെ, ഓൾവേസ് ബി കോൺഫിഡൻറ്റ്. അത് പലർക്കും പല പേസ് ആണല്ലോ. ചിലര് ഒരു 1 to 2 3 months കൊണ്ട് തന്നെ ചിലർ ക്രാക്ക് ചെയ്തവരുണ്ട്. ചിലർക്ക് 6 months വേണ്ടി വരും. നമ്മളെ പ്രിപ്പറേഷൻ പോലെ ഇരിക്കും. ഓൾസോ നമ്മൾ എങ്ങനെയാണ് കോൺസെപ്റ്റ് ഒക്കെ ഗ്രാസ്പ് ചെയ്യുന്നത് എല്ലാം ബേസ് ചെയ്തിട്ടിരിക്കും. അതുകൊണ്ട് ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. അത്രേ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് മാക്സിമം പുഷ് നിങ്ങൾക്ക് തരും, പേപ്പറിനാണെങ്കിലും. അല്ലാതെ ഇത്ര ടൈം കൊണ്ട് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ഇതൊന്നോ നമുക്ക് തന്നെ അറിയില്ല. നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവില്ല നമുക്ക് പഠിക്കാൻ പറ്റുമോ. മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മളെ സൈഡിൽ നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും, എനി ടൈം. ഓക്കെ, അതെ. ഇപ്പോ നമ്മൾ പഠിക്കുകയാണെങ്കിലും ഇപ്പോ റീടെസ്റ്റിനുള്ള ഒരു സ്പെഷ്യലി അങ്ങനെ പഠിച്ചവർ ഇപ്പോ ഒരു ഗ്യാപ്പ് വന്നല്ലോ 1 month. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഡിസ്കഷൻ ഒക്കെ വെക്കുന്നത്. ഞങ്ങൾ റിട്ടൻഷൻ ഞാൻ മാക്സിമം ഈ സെഷനിലാണെങ്കിൽ മാക്സിമം PYQs റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം കേട്ടോ. അപ്പൊ അറിയാത്തവർക്കാണെങ്കിൽ അങ്ങനെ അറിയുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. കേൾക്കുന്നില്ലേ എല്ലാവർക്കും? ഒന്നുകൂടെ ലൗഡ് ആക്കണോ? കേൾക്കുന്നില്ലേ? ഇനി ലൗഡ് ആക്കണ്ടല്ലോ. ഓക്കെ, സോ ഐ വിൽ ഷെയർ മൈ സ്ക്രീൻ. കാണുന്നില്ലേ? സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ. ഓക്കെ, ഇനി നിങ്ങളത് സോൾവ് ചെയ്തിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? നിങ്ങൾ ഓൾറെഡി ആപ്പ് ഒന്ന് കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. എനിവേസ്, മാക്സിമം ആൻസർ പറയാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി തെറ്റോ ഇല്ലേ അങ്ങനത്തെ ആ ഡൗട്ട് ഒന്നും വേണ്ട. ചിലപ്പോ എന്തുകൊണ്ടാണ് തെറ്റിയെന്നൊക്കെ നമ്മൾ പഠിക്കും. സോ എന്തായാലും എല്ലാവരും ചാറ്റ് ബോക്സിൽ മാക്സിമം നിങ്ങളെ ഏതാണ് കറക്റ്റ് തോന്നുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Arrange the following lines of dramas in chronological order of their publication. ഇത് ഒരു ഡ്രാമയിലെ ഓരോ ലൈൻസ് ആണ് തന്നിട്ടുള്ളത്. കുറച്ച് ടഫ് ആയിരിക്കില്ല. നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് ഒരു നോളജ് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. എന്നാലും ചിലതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഫസ്റ്റ് ഓപ്ഷൻ എ, നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്, ഇറ്റ്സ് ഓഫുൾ. ഇത് നമുക്ക് എവിടുന്നാന്ന് അറിയാം. നമ്മൾ ഒരുപാട് കേട്ട ഒരു ഡയലോഗാണ്. അതെ, വെരി ഗുഡ്. വെയിറ്റിംഗ് ഫോർ ഗോഡോട്ടിലെ ഒരു ഡയലോഗാണ് അല്ലേ? പിന്നെ അടുത്തത്, ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ ആർ മെറിയർലി പ്ലേയേഴ്സ്. ഇത് നമ്മൾ ലിറ്ററേച്ചർ അല്ലെങ്കിലും ഇത് അവിടെയും ഇവിടെ ആയിട്ട് കാണുന്ന ഒരു കോട്ടാണ്. ആൻഡ് അടുത്തത്, കം വയലന്റ് ഡെത്ത്. അതെ, ആസ് യു ലൈക്ക് ഇറ്റ് ഡയലോഗാണ് കേട്ടോ ഇത്. പിന്നെ ഓപ്ഷൻ സി ആണെങ്കിൽ, കം വയലന്റ് ഡെത്ത്, സെർവ് ഫോർ മൻട്രഗോറ ടു മേക്ക് മീ സ്ലീപ്. പിന്നെ അടുത്തത്, ലാസ്റ്റ് ടെംപ്ടേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് റീസൺ ടു ഡു ദ നെവർ സ്പീക്ക് ഡിസ്റെസ്പെക്ട്ഫുള്ളി ഓഫ് ദ സൊസൈറ്റി. അൾജേർണൺ. അൾജേർണൺ എന്ന് കേൾക്കുമ്പോ തന്നെ ആ ഒരു സ്റ്റോറിയിലെ ക്യാരക്ടർ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതെ, സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഏതായിരിക്കും ആൻസർ? ഏതാണ് പറഞ്ഞാട്ടെ. ഓപ്ഷൻ എ ആണോ? ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്. അതെ, ഓപ്ഷൻ എ ആണോ ആൻസർ? എ പറയുന്നുണ്ട്. ഇസ് ഇറ്റ് എ? എല്ലാരും എ എന്നാണോ പറയുന്നത്? അതെ, അപ്പൊ എന്തായാലും ഇതായിരിക്കൂലേ ഫസ്റ്റ് വരാം. ഷേക്സ്പിയറിന്റെ ആ ഒരു എലിസബത്തൻ ടൈമിലെ ആ ഒരു പീരീഡ്, ഏർലി പീരീഡ് ആണ് ലിറ്ററേച്ചറിലെ. സോ എന്തായാലും ഫസ്റ്റ് ഷേക്സ്പിയർ ആവും വരാം. സോ ദിസ് കംസ് ഫസ്റ്റ്. അപ്പൊ ഏതാണ്? ബി. നമുക്ക് സിയും ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിക്കും. ഇനി നമുക്ക് ഇത് രണ്ടേ ഡൗട്ട് ഉള്ളൂ. അപ്പൊ ബി ആണ്. ഇനി അടുത്തത് ആൻസർ എ ആണ് കേട്ടോ.
ഇനി അടുത്ത എങ്ങനെ കിട്ടുക നോക്കുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ വരുന്ന ഇ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈന് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു പേര് ഒരു ഫേമസ് ആയുള്ള ഡ്രാമയിലെ ഒരു പേരാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏത് ഡ്രാമയിലെ പേരായിരുന്നു? അതെ, ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് എന്നുള്ള ഡ്രാമയിലെ പേര് ഒരു ക്യാരക്ടർ ആണ് കേട്ടോ അൾജേർണ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് എന്നുള്ളത് ഏതായിരുന്നു? ആസ് യു ലൈക്ക് ഇറ്റ് ബൈ വില്യം ഷേക്സ്പിയർ. 1599 ഒരു പ്ലേ ആയിരുന്നു. അത് പറയുന്നത് ജാക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് കേട്ടോ പറയുന്നത്. ആക്ട് 2 ഐ തിങ്ക് സീൻ 7 തോന്നുന്നു. ഓക്കെ, ഡി മർഡർ ഇൻ കത്തീഡ്രൽ. അതെ, യെസ് യെസ്. ഓക്കെ, ഇനി ഈ പറയുകയാണെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ്? ഏത് ടൈം പീരീഡിലെ വർക്ക് ആയിരുന്നു? ഹൂ റോട്ട് ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് പറഞ്ഞാട്ടെ. അതെ, ഓസ്കാർ വൈൽഡിന്റെ ഏകദേശം ഏത് ടൈം പീരീഡിലായിരിക്കും? ഒരു 1890s, ഒരു 1895 എന്നൊക്കെ നമുക്ക് പറയാം. 1895 ആണ് എക്സാക്ട് ഡേറ്റ്. ഓക്കെ, ആൻഡ് അത് പറയുന്നത് ആരാണ്? ലേഡി ബ്രാക്നല് തന്റെ നെഫ്റ്റുവിനോട് പറയാണ്, അൽജേർണോനോട് പറയാണ് ഏതാ ഈ ഒരു ഡയലോഗ് കേട്ടോ. നമ്മളിങ്ങനെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സൊസൈറ്റിനെ പറയാൻ പാടില്ല. ഓൺലി പീപ്പിൾ ഹൂ കാൺ ഗെറ്റ് ഇൻ ടു ഡു ദാറ്റ്. ഓക്കെ, അടുത്തത് അടുത്തത് ഡി. ദ ലാസ്റ്റ് ടെംപ്ടേഷൻ ഇസ് ദ ഗ്രേറ്റസ്റ്റ് റീസൺ ടു ഡു ദ റൈറ്റ് ഡീഡ് ഫോർ ദ റോങ് റീസൺ. ഇതാരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇത് കോറസിൽ പറയാണ് കേട്ടോ, കോറസ് ആയിട്ട് പറയാണ്. എന്താണ്? തോമസ് ബെക്കറ്റിന്റെ ഒരു ട്രയലും സ്പിരിച്വൽ ട്രയലൊക്കെ ഉള്ള ഒരു വർക്ക് ആണല്ലോ നമ്മൾ ഈ മേർഡറിങ് കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരത് എഴുതിയതാരാ? മേർഡറിങ് കത്തീഡ്രൽ ബൈ ഹൂം? അതെ, ടി എസ് എലിയറ്റിലെ 1935 ടി എസ് എലിയറ്റിന്റെ വർക്കാണ് മേർഡറിങ് കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ആർച്ച് ബിഷപ്പായ തോമസ് ബെക്കറ്റിനെ കുറിച്ചായിരുന്നു അല്ലെ. ഒരു മോഡേണിസ്റ്റ് വേഴ്സ് ഡ്രാമ എന്നൊക്കെ നമുക്ക് പറയാം. ആൻഡ് അടുത്തത് ലാസ്റ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ വെയിറ്റിംഗ് ഫോർ ഗൊഡോട്ടിലെ ലൈൻ ആയിട്ടുള്ള, സോറി ലാസ്റ്റ് അല്ല, അതിന്റെ മുന്നേ ഒന്നുകൂടെ ഉണ്ട്. നമ്മൾ ഒന്ന് വിട്ടുപോയിട്ടുണ്ട്, സി വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അതേതാണ്? വൈറ്റ് ഡെവിൽ ബൈ ജോൺ വെബ്സ്റ്ററിലെ ലൈനാണ്. ഇതാരാ പറഞ്ഞതെന്നറിയോ? ഈ ഒരു ലൈന്, കം വയലന്റ് ഡെത്ത് സെർവ് ഫോർ ദി മെൻട്രഗോറ ടു മേക്ക് മീ സ്ലീപ്. വൈറ്റ് ഡെവിലിലെ ഒരു ലൈനാണിത്. ഇതാരാ പറഞ്ഞിട്ടുള്ളേ? വൈറ്റ് ഡെവിലൊക്കെ നല്ല ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ വെബ്സ്റ്ററുടെ. ആരാ പറഞ്ഞിട്ടുള്ള? അതിലെ വിക്ടോറിയ കൊറംബോന എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ആണ്. ഈ വൈറ്റ് ഡെവിലിന്റെ സ്റ്റോറി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു ഡ്യൂക്കും പിന്നെ ഈ വിക്ടോറിയ കൊറംബോന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോട്ടഗണിസ്റ്റും അവര് തമ്മിലുള്ള ഒരു ഇല്ലിസിറ്റ് ആയിട്ടുള്ള അഫെയർ ആണ് കേട്ടോ. ആ ഒരു അഫെയറിൽ അവര് തന്റെ പാർട്ട്നേഴ്സിനെ കൊല്ലുകയാണ്. എന്നിട്ട് അവർ പാർട്ട്നേഴ്സിന്റെ ആ ഒരു, എനിക്കൊന്ന് ബ്രദർ ആണെന്ന് തോന്നുന്നു, ഈ ഈ ഡ്യൂക്കിന്റെ വൈഫിന്റെ മർഡർ ചെയ്തിട്ടുള്ള അവരുടെ ബ്രദർ ഇങ്ങനെ റിവെഞ്ച് ചെയ്യാണ്. അങ്ങനെ റിവെഞ്ച് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്കറിയാം വെബ്സ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള റിവെഞ്ച് ഒക്കെ നമുക്ക് ഒരുപാട് കാണും. അതെ, ബ്രദർ ആൻഡ് സിസ്റ്റർ റിവെഞ്ച് ആണ് ഇതിൽ നടക്കുന്നത്. അപ്പോ ഇത് ഈ മരിക്കാൻ നേരത്ത് പറയുന്ന ഡയലോഗാണ് കേട്ടോ. വിക്ടോറിയ കൊറംബോന പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോട്ടഗണിസ്റ്റ് അസാസിൻ ചെയ്യണ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള ലൈനാണ്. അപ്പൊ ഇങ്ങനത്തെ ലൈനൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഇതൊക്കെ മേജർ ആയിട്ടുള്ള വേർഡ്സ് എന്നുള്ള ലൈനാണ്. അതുകൊണ്ട് ജസ്റ്റ് സമ്മറി വായിക്കുമ്പോൾ അതിലെ മേജർ ആയിട്ടുള്ള ലൈന് കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ആൻഡ് അടുത്തത് ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. നത്തിങ് ഹാപ്പൻസ് നോബഡി കംസ്. ഇതാരാ പറഞ്ഞിട്ടുള്ളേ? ഇറ്റ്സ് ഓഫുൾ എന്ന് പറഞ്ഞ് ഇതാരാ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലൈനോ? വെയിറ്റിംഗ് ഫോർ ഗോഡോട്ടിലെ ബെക്കറ്റിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡ്രാമ ആണ്. എന്തായിരുന്നു ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്? എന്താണ്? ആരും വരുന്നില്ല, ഒന്നും നടക്കുന്നില്ല, ഇറ്റ്സ് ഓഫുൾ. ഇത് പറഞ്ഞു ലാദിമുറ അല്ല, ഈസ്ട്രജൻ ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ലാദിമുറ ഉണ്ട്, ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. എന്താ ഒരു ട്രീന്റെ അടുത്ത് ഒരു ഗൊഡോട്ട് എന്ന് പറഞ്ഞില്ല മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ, അതെ ഈസ്ട്രജൻ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോ പറയാണല്ലോ അവസാനം. അത് അബ്സേർഡ് തിയേറ്റർ ആണ്. നമ്മൾ ബക്കറ്റ് എന്ന് കേൾക്കുമ്പോ തന്നെ തിയേറ്റർ ഓഫ് അബ്സേർഡ് അതാണ് മനസ്സിക്ക് വരിക അല്ലെ. അപ്പൊ എന്താണ്? ഫസ്റ്റ് എ വരും, സോറി ഫസ്റ്റ് ഓൾ ദ വേർഡ്സ് സ്റ്റേജ് എന്നുള്ള ഇത് ഷേക്സ്പിയറിന്റെ വർക്ക് വരും. പിന്നെ ഇത്
ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് ബൈ ഓസ്കാർ വൈൽഡ്, എലിസബത്തൻ കഴിഞ്ഞ് കുറെ വിക്ടോറിയനിലേക്ക് എത്തിയില്ലേ. പിന്നെ ഡി വരും ദ ലാസ്റ്റ് ടെംപ്ടേഷൻ, സോറി, പിന്നെ സി വരും വെബ്സ്റ്ററുടെ വൈറ്റ് ഡേവിൽ വരും, പിന്നെ ഇ വരും, ആൻഡ് അറ്റ് ലാസ്റ്റ് ഡി ആൻഡ് എ. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ്. അതെ, സി വിട്ടുപോയതാണ്. ഓക്കെ, ഫസ്റ്റ് ഏതൊക്കെയാണ്? ഷേക്സ്പിയറിന്റെ ഈ ഒരു വർക്ക്, പിന്നെ വെബ്സ്റ്ററുടെ ഈ ഒരു വർക്ക്, അത് കഴിഞ്ഞ് വിക്ടോറിയനിലേക്ക് എത്തി നമ്മള്, പിന്നെ മോഡേൺ ആയി, പിന്നെ പോസ്റ്റ് മോഡേൺ ടൈം ആയി. ഓക്കെ, പിന്നെ അടുത്ത പോവല്ലേ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? മാക്സിമം ഇങ്ങനത്തെ മേജർ ആയിട്ടുള്ള വർക്ക് എല്ലാം നമുക്ക് കിട്ടില്ല, എന്നാലും മേജർ ആയിട്ടുള്ള വർക്ക് എന്നുള്ള ലൈൻസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇതും ബക്കറ്റിന്റെ അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൊണോളജിയാണ്. കോൺസ്റ്റന്റ്ലി സെറ്റിലാണെങ്കിലും നെറ്റിലാണെങ്കിലും ഒക്കെ അത്യാവശ്യം വരുന്നതാണ്. ഇതൊരു ക്രൊണോളജി കൂടിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പൊട്ടൻഷ്യൽ ക്രൊണോളജി കൂടിയാണ്. ഓക്കെ, ഏതായിരിക്കും ആ ഒരു ട്രയോളജിയിൽ ഇല്ലാത്ത വർക്ക്? ഏതാണ്? ബി, മർഫി അല്ലേ? ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ ഫസ്റ്റ് ഏതാ വരാ? മർഫി ഇല്ല. ഓക്കെ, അപ്പൊ ഇതിൽ മൂന്നിൽ ഫസ്റ്റ് ഏതാ? അതെ, മൊളോയി ആണ് ഫസ്റ്റ് വരിക. പിന്നെ പിന്നെ ഏതാ വരാ? മൊളോയ്, മെലനി ഡൈസ്, പിന്നെയാണ് അൺനെയിമബിൾ വരിക അല്ലെ ലാസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റൈറ്റ് ആൻസർ മാത്രം നോക്കരുത്, ഓൾവേസ് ലുക്ക് അറ്റ് ദി റോങ് ആൻസേഴ്സ്. എന്താണ് മറ്റേത് റോങ് ആയിട്ടുള്ളതെന്ന് കൂടെ നോക്കാം. അപ്പോ മർഫി എന്താണ് കറക്റ്റ് ആവാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ട്രയോളജിയിൽ ഇത് മൂന്നും ഇല്ല. ഇത് എന്ന് വെച്ചാൽ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള 1938 വർക്കാണ് കേട്ടോ. ബെക്കറ്റിന്റെ ഒരു ഏർലി വർക്കാണ് ഇത്. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊളോയ് എന്ന് പറഞ്ഞ ഈ ട്രയോളജിയിലെ ഫസ്റ്റ് വർക്കാണ് കേട്ടോ മൊളോയ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒരാള് മൊളോയ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് തന്റെ മദറിനെ തേടി പോകുന്ന ആ ഒരു റൂമിലേക്ക് പോകുന്ന സിറ്റുവേഷനും, പിന്നെ ജാക്കസ് മോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് മൊളോയിനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്നതും, അങ്ങനെയൊക്കെയുള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് കേട്ടോ. ആൻഡ് പിന്നെ അടുത്തത് മെലണി ഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ മെലണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൾഡ് മാൻ ആണ്. അദ്ദേഹം തന്റെ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട്, ഒരു അസൈലാണ്, അസൈലത്തിൽ ആ റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ സ്റ്റോറീസ് പറയണം, ഓരോ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊക്കെ. ആ ഒരു ഡെത്ത് ആവാനായി തന്റെ എന്നുള്ള ഒരു ബോധം അയാൾക്കുണ്ട്. ആ ഒരു സ്റ്റോറിയാണ്. പിന്നെ അൺനെയിമബിൾ ലാസ്റ്റ് ട്രയോളജിയിലെ ലാസ്റ്റ് വർക്കാണ്. അതിലൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, എൻറ്റയർലി ഒരു മോണോലോഗാണ്. അതിലൊരു സ്പേസോ ലിംബോ ഒന്നും ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ ജാറിൽ ട്രാപ്പ് ചെയ്തിട്ട് നമ്മളെ ലാംഗ്വേജിനെ കുറിച്ചും നേച്ചറിനെ കുറിച്ചും ഐഡന്റിറ്റിനെ കുറിച്ചൊക്കെ പറയുകയാണ്. ഓക്കെ, ഒരു അബ്സേർഡ് ആയിട്ടുള്ള ഒരു വർക്ക്, ബെക്കറ്റിന്റെ എല്ലാ വർക്ക് പോലെ തന്നെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വന്നത് മർഫിയാണ്. മർഫി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതൊക്കെ വന്നത്. അപ്പൊ ഒരിക്കലും ഇത് പേര് കേൾക്കുമ്പോൾ നമുക്കൊന്ന് ഡൗട്ട് ആവും, കാരണം ഏകദേശം എല്ലാവരും സിമിലർ നെയിം പോലെ തോന്നുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് മർഫിയും മൊളോയും ഒരിക്കലും കൺഫ്യൂസ്ഡ് ആയി പോയത്. ഫസ്റ്റ് മൊളോയ്, പിന്നെ മെലനി ഡൈസ് ആൻഡ് അൺനെയിമബിൾ. ഓക്കെ, ഇത് ഡൗട്ട് ഒന്നുമില്ലല്ലോ. പിന്നെ മർഫിയിലെ ക്യാരക്ടേഴ്സ് പറയുകയാണെങ്കിൽ ഒരു ഐറിഷ് ആയിട്ടുള്ള ഒരാളാണ് ലണ്ടനിലുള്ള. ആൻഡ് അദ്ദേഹത്തിന് മെന്റൽ സ്റ്റേറ്റും ഗേൾ ഫ്രണ്ട് ഉണ്ട്, സീലിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനും ഒക്കെയാണ് കേട്ടോ. ഒരു ജോബ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യലും അങ്ങനെയൊക്കെ ഒരു വർക്കാണ്. ജസ്റ്റ് ഒന്ന് സമ്മറി വായിച്ച് പോയാൽ മതി, അത്ര ഡീപ്പായിട്ട് പോകണമെന്നില്ല. ഇതുവരെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യട്ടോ ആൻസർ ചെയ്യാൻ. തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. മാക്സിമം ട്രൈ ചെയ്യുക ആൻസർ ചെയ്യാൻ വേണ്ടി. നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടേ പോവുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കാണുന്നില്ലേ? ഇതില് കറക്റ്റ് ആണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് കറക്റ്റ് എന്നാ ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഒക്കെ കൺഫ്യൂസ്ഡ് ആവും, അതുകൊണ്ട് ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കാം. ഏതായിരിക്കും? വായിച്ചിട്ട് പറയൂ. എ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എയിൽ ഏതൊക്കെയാണ് വരുന്നത്? എ, ബി ആൻഡ് സി അല്ലേ? എ ആണോ? 1 ബൈ 1 നോക്കിയാലോ? ഓക്കെ, 1 ബൈ 1 നോക്കുകയാണെങ്കിൽ Chaucer's first work, The Book of Duchess, is a dream poem on death in 1368 of Blanche, Duchess of
ലാൻകാസ്റ്റർ ദ വൈഫ് ഓഫ് ജോൺ ഓഫ് കോണ്ട്. ശരിയാണല്ലേ? അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇതൊരു ഫ്രഞ്ച് പീരീഡിൽ എഴുതിയിട്ടുള്ള വർക്കാണ് കേട്ടോ. ബുക്ക് ഓഫ് ഡച്ചസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഡ്രീം വിഷൻ പോവാൻ നമുക്കറിയാം. ആൻഡ് ജോൺ ഓഫ് ഗോട്ടിനെ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് മരിച്ചപ്പോൾ കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് അതില് ഈ ഒരു നരേറ്റർ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു മാൻ ഇൻ ബ്ലാക്ക്, അത് ശരിക്കും ജോൺ ഓഫ് ഗോട്ട് ആണ്. അദ്ദേഹം വന്നിട്ട് പറയാണ് എന്റെ വൈഫ് ഇങ്ങനെ മരിച്ചു, ഇങ്ങനെ ലാമെന്റ് ചെയ്യുന്ന ഒരു വർക്കാണ് കേട്ടോ ഈ ഒരു ഇതെന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പൊ അത് ട്രൂ ആണ്, നോ ഡൗട്ട്, ഇത് ട്രൂ ആണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ എലിമിനേറ്റ് ചെയ്യാം? വി കൻ എലിമിനേറ്റ് സി ആൻഡ് ഡി അല്ലെ. ഇനി എയും ബിയും മാത്രം നോക്കിയാൽ മതി. ഇനി ബി നോക്കാം. ഇൻ ഹൗസ് ഓഫ് ഫെയിം ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഡാൻഡേസ് എപ്പിക് ഓഫ് ജേർണി ടു ദ പാരഡൈസ്. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? ഇത് കിട്ടിയാൽ പിന്നെ നമുക്ക് ആൻസർ കിട്ടി. അതെ അല്ലേ? ഇത് ഇറ്റാലിയൻ ട്രാൻസിഷൻ, ഇറ്റാലിയൻ പീരീഡിലെ വർക്കാണ് കേട്ടോ ഈ ഡ്രീം വിഷൻ. ഈ ഡാൻറ്റേന്റെ ഇത് ശരിക്കും ഡാൻറ്റേന്റെ ഡിവൈൻ കോമഡി, വിർജിലിന്റെ എയ്നേഡ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ആൻഡ് ഇതിൽ എന്താണ് ഒരു ഗോൾഡൻ ഈഗിൾ വന്നിട്ട് ഹൗസ് ഓഫ് ഫെയിം ആൻഡ് ഹൗസ് ഓഫ് റൂമർ. ഇനി ഇത് ഫിനിഷ്ഡ്, അൺഫിനിഷ്ഡ് അല്ലല്ലോ, ഫിനിഷ്ഡ് അല്ലേ ഹൗസ് ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ടുള്ളത്? ഐ തിങ്ക് ഇറ്റ്സ് ഫിനിഷ്ഡ്. ഒരു മിനിറ്റ്. ബുക്ക് ഓഫ് ടെക്സ്റ്റസ് ആണ് അൺഫിനിഷ്ഡ്. ഹൗസ് ഓഫ് ഫെയിം കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ബുക്ക് ഓഫ് ഐ തിങ്ക് ബുക്ക് ഓഫ് ടെക്സ്റ്റസും കംപ്ലീറ്റഡ് ആണ്. മറ്റ് ലെജൻഡ് ഓഫ് എയ്റ്റ് വുമൺ ആണ് കംപ്ലീറ്റ് ആയത്. ഓക്കെ, ഇത് രണ്ടും കംപ്ലീറ്റഡ് തന്നെയാണ്. ലെജൻഡ് ഓഫ് എയ്റ്റ് വുമൺ പിന്നെ കാൻറ്റർബറി ടെയിൽസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ചോസറിന്. അതിന്റെ മുന്നേ അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഹിസ്റ്ററിയിൽ. ഓക്കെ, കാൻറ്റർബറി ടെയിൽസും മറ്റേ ലെജൻഡ് ഓഫ് എയ്റ്റ് വുമൺ ആണ് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് പേരെ കൂടെ എഴുതാനുണ്ടായിരുന്നു ലെജൻഡ് ഓഫ് എയ്റ്റ് വുമണില്. ഐ തിങ്ക് 1 or 2 പീപ്പിൾ ആർ മിസ്സിംഗ്. പക്ഷെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചില വർക്കിൽ അത് ഇൻക്ലൂഡ് ആയിട്ടാണ് എത്ര വർക്കാണെന്ന് ആൻസർ ഉള്ളത്. ചിലതിൽ അത് ഇൻക്ലൂഡ് ചെയ്യാതെയാണ് എത്ര ലെജൻഡ് ഉണ്ട് എന്ന് ആൻസർ ഉള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത ഓക്കെ ഇത് കറക്റ്റ് ആണ് കേട്ടോ. ഇത് കറക്റ്റ് ആണ്. ഡിവൈൻ കോമഡി അതെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ബി ഈസ് കറക്റ്റ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഓപ്ഷൻ എ എന്നുള്ള ആൻസർ നമുക്ക് കിട്ടി. എന്നാലും അടുത്തുകൂടി നോക്കാം. ആൻഡ് അടുത്ത ഓപ്ഷൻ സി, ദ കാൻറ്റർബറി ടെയിൽ അബ്സോർബ്സ് ലിറ്റററി, ഹിസ്റ്റോറിക്കൽ, റിലീജിയസ്, സോഷ്യൽ ആൻഡ് മോറൽ കൺസേൺസ്. ട്രൂ അല്ലേ? അവർ ഓരോ ടെയിലും ആ പിൽഗ്രിംസിന്റെ ഓരോ ടെയിലും ഓരോ മോറൽ സ്റ്റോറീസ് ഉണ്ടല്ലേ, നമുക്കറിയാം. എത്ര സ്റ്റോറീസ് ആയിരുന്നു കാൻറ്റർബറി ടെയിൽസിൽ? എത്ര പിൽഗ്രിംസ് ആയിരുന്നു? ആൻഡ് എത്ര സ്റ്റോറി പറയണം എന്നായിരുന്നു ആദ്യം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്? 24. ആൻഡ് എത്ര സ്റ്റോറീസ് ആയിരുന്നു അങ്ങോട്ട്? ആരുടോ മൈക്ക് ഓൺ ആണേ. ഓക്കെ, 4 സ്റ്റോറിയിലെ 2 അങ്ങോട്ട് പോകുമ്പോഴും പിന്നെ 2 തിരിച്ചു വരുമ്പോഴും അങ്ങനെയായിരുന്നു പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിലെല്ലാവർക്കും ആ സ്റ്റോറി കാൻറ്റർബറി ടെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ ചോസറിന്. ആൻഡ് ഓക്കെ, അങ്ങനെ അതിലെ നൈറ്റിന്റെ വൈഫ് ഓഫ് ബാത്ത്, പേർഡനർ, മില്ലർ, പ്രയറസ്, ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ നോക്കിയ സോഴ്സിൽ ഫിനിഷ്ഡ് എന്നാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഹിസ്റ്ററി അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൻഡ് ഇപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൈറ്റിന്റെ ടെയില്, പിന്നെ വൈഫ് ഓഫ് ബാത്ത്, പേർഡനർ, മില്ലർ, പ്രയറസ്, ഈ ഒരു ടെയിൽസ് ഫുൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് അടുത്തത് ദ ലെജൻഡ് ഓഫ് ഗുഡ് വുമണില് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ക്യൂപ്പിഡ് ആൻഡ് വീനസ്, പാഷൻ ആൻഡ് ഡിസൈർ, ഇന്നസെൻസ്, നോളജ് ഓൾ ആർ ഇൻവോക്ഡ്. അത് തെറ്റാണ്. അതൊരു ഓരോ വുമന്റെ അവരെ കുറിച്ചുള്ള മാർട്ടിയേഴ്സ് ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു തീമിൽ ചെയ്തിട്ടുള്ള വർക്കാണ്. അതിൽ ഹീറോയിക് കപ്ലെറ്റ് ആണ്. അതിൽ കൂടുതൽ ഇന്നസെൻസ്, നോളജ് അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ഇന്നസെൻസ് ആൻഡ് നോളജ് എന്നുള്ള ആ ഒരു തീമൊക്കെ വന്നിട്ടുള്ളത് റൊമാൻറ്റിക് പീരീഡിലായിരുന്നു കേട്ടോ. ഇങ്ങനെ മെഡീവൽ ചോസേറിയൻ കൺസ്ട്രക്റ്റിലൊന്നും ഇങ്ങനത്തെ തീംസ് ഒന്നും വരാറില്ല.
ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു വുമണിനെ കുറിച്ച് അത്യാവശ്യം മോശമായിട്ട് ചില വർക്ക്സിലൊക്കെ എഴുതിയതിന് ശേഷം ഒരു അപ്പോളജി പോലെ ആയിരുന്നു ലെജൻഡ് ഓഫ് ഗുഡ് വുമൻ എന്നുള്ള ആ ഒരു വർക്ക് ചോസർ എഴുതിയിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഹി കുഡൻ കംപ്ലീറ്റ്. ഓക്കെ, അങ്ങനെ അവരെ പോർട്രേ ചെയ്യുന്ന ഒരു ബുക്കാണ് കേട്ടോ, ഒരു വർക്കാണ്. അതുകൊണ്ട് ഇതിൽ അങ്ങനത്തെ തീംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഡി ഈസ് റോങ്. ഓക്കെ, ഇനി ഈ പിന്നെ മില്ലേഴ്സ് ടെയിൽ നമുക്ക് അറിയെങ്കിൽ മനസ്സിലാവും. ഇത് ശരിയാണോ തെറ്റാണോ? ഡു യു തിങ്ക് ഇറ്റ്സ് റൈറ്റ് ഓർ റോങ്? വാട്ട് ഡു യു തിങ്ക്? ഇതൊരു വാറിനെ കുറിച്ച് മില്ലേഴ്സ് ടെയിൽ ഒരിക്കലും പറയാൻ ചാൻസ് ഇല്ല അല്ലെ. അദ്ദേഹം ഒരു ഫാബ്ല്യൂ, യു നോ വാട്ട് ഈസ് ഫാബ്ല്യൂ? എന്താണ് ഫാബ്ല്യൂ എന്ന് പറഞ്ഞാല്? ഫേബിൾ, ഫാബ്ല്യൂ എന്നാ പറയാ. എന്താണത്? ഡു യു നോ വാട്ട് ഈസ് ദാറ്റ്? ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്? മില്ലേഴ്സ് ടെയിൽ ശരിക്കും പറഞ്ഞിട്ടുള്ളത് ഫാബ്ല്യൂ ആണ്. ഫാബ്ല്യൂ എന്ന് വെച്ചാല് നമ്മളെ ഒരുപാട് ട്രിക്കറി, ഹ്യൂമർ, അത്ര അത്ര നല്ല ഹ്യൂമർ അല്ല. കേൾക്കുമ്പോ ചിലപ്പോ നമുക്ക് വൾഗറൊക്കെ ആയിട്ട് തോന്നും. അങ്ങനത്തെ ഹ്യൂമർ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള സ്റ്റോറീസിനാണ് ഫാബ്ല്യൂ എന്ന് പറയല്. സ്റ്റുഡന്റ് റൊമാൻസ്, അങ്ങനത്തെ ട്രിക്കറി ഒക്കെ ഒരുപാടുള്ള ടേബിൾസിനാണ് നമ്മൾ ഫാബ്ല്യൂ എന്ന് പറയല്. ഓക്കെ, അപ്പൊ വാറിനെ കുറിച്ചിട്ടല്ല ശരിക്ക് മില്ലർ പറഞ്ഞിട്ടുള്ളത്. ഹി ടോൾഡ് അബൌട്ട് എ ബ്രില്യൻ ഫാബ്ല്യൂ. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. ആൻഡ് ഇതുവരെ അപ്പോ നമ്മൾ ആൻസർ ഏതാവും? Our answer is A, B, and C. D, E is D and E are wrong. Okay. ഇത് ഈസി അല്ലേ? ഈസി ആയി തോന്നുന്നുണ്ടോ ഓർ കൺഫ്യൂസ്ഡ് ആണോ? ഈസി ആയിട്ട് തോന്നുന്നുണ്ടോ? ഈസി അല്ലേ? അതെ, വെരി ഈസി. ഞാൻ എന്നാൽ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളിങ്ങനെ ഒരുപാട് കണക്ട് ചെയ്ത് പഠിക്കുക എൻ്റെ ഒരു നോട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഫ്രഞ്ച് പീരീഡിലെ വർക്ക്സ് ഏതൊക്കെയായിരുന്നു ചോസറിന്റെ? ചോസറിന്റെ 3 പീരീഡ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഫ്രഞ്ച് പീരീഡ് ഏതായിരുന്നു? ഹിസ് ഹോൾ കരിയർ വാസ് ഡിവൈഡഡ് ഇൻ ടു 3 ഡിവിഷൻസ്. അതിൽ 3 പീരീഡ് ഉണ്ട്: ഫ്രഞ്ച്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ് പീരീഡ്. അതിൽ ഫ്രഞ്ച് പീരീഡിൽ കൂടുതലായിട്ട് ഏത് വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത്? ഏതെങ്കിലും ഒരു വർക്ക് പറഞ്ഞാൽ മതി. ഏതായിരുന്നു? ലെജൻഡ് ഓഫ് ഗുഡ് വുമൻ, ബുക്ക് ഓഫ് ഡച്ചസ് എന്നൊക്കെ പറയാം കേട്ടോ. അതില് ഫ്രഞ്ച് പീരീഡിലെ ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാലും ഓക്കെ. അതെ, റോമൻ ടീല റോസ് എന്നൊക്കെ പറഞ്ഞാൽ ഐ തിങ്ക് ലെജൻഡ് ഓഫ് ഗുഡ് വുമൻ ലാസ്റ്റ് ആകുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് മിഡിൽ ഇംഗ്ലീഷ്, ആ ലേറ്റർ പീരീഡിലായിരിക്കും വരിക. ഓക്കെ, നമ്മൾ അങ്ങനെയൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ചോസറിന്റെ തന്നെ നമ്മുടെ കാന്റംബറി ടെയിൽസ് അദ്ദേഹം ഫിനിഷ് ആക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇംഗ്ലീഷ് പീരീഡിലേക്ക് വരെ എന്തായാലും വരിക. ഒരു മെച്ചുവർ ആയിട്ടുള്ള റിയലിസം ആണ്. അപ്പോ ലെജൻഡ് ഓഫ് ഗുഡ് വുമൺ ഫിനിഷ് ആക്കാൻ പറ്റിയിട്ടില്ല. സോ ദാറ്റ് മസ്റ്റ് ഓൾസോ ബി അണ്ടർ മെഡീവൽ ഇംഗ്ലീഷ് എന്നൊക്കെ, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റൂലേ. അങ്ങനെ ഓക്കെ. പിന്നെ അടുത്തത് ഇറ്റാലിയൻ പീരീഡിൽ ഇപ്പൊ ഏതൊക്കെയായിരുന്നു? ഹൗസ് ഓഫ് ഫെയിം ഉണ്ട്, പാർലമെന്റ് ഓഫ് പോൾസ് ഉണ്ട്, ട്രോയിലസ് ആൻഡ് ക്രെസീഡ ഉണ്ട് അല്ലെ. അതൊക്കെ ഇറ്റാലിയൻ പീരീഡിൽ. പിന്നെ ഇംഗ്ലീഷ് പീരീഡിൽ ഓഫ് കോഴ്സ് ഒരു മെച്യൂർ ആയിട്ടുള്ള വർക്ക്സ് ആയിരുന്നു പിന്നീട് ഉണ്ടായിട്ടുള്ളത്. കാന്റംബറി ടെയിൽസ് ഒക്കെ വന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നൈറ്റിന്റെ ടെയില്, പ്രയറസിന്റെ ടെയില്, വൈഫ് ഓഫ് ബാത്ത്, പേർഡനർ, മില്ലർ, ഇവരെ ടെയിൽസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പിന്നെ ഒരു PYQ ഉണ്ടായിരുന്നു വൈഫ് ഓഫ് ബാത്തിന്റെ. അതെ അതെ അതെ, വൈഫ് ഓഫ് ബാത്തിന്റെ റിയൽ നെയിം എന്തായിരുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു PYQ ആയിരുന്നു. എല്ലാരും അറിയോ ആർക്കെങ്കിലും? എന്തായിരുന്നു വൈഫ് ഓഫ് ബാത്തിന്റെ റിയൽ നെയിം? ഒരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു ചോസർ. അതെ, ആലിസൺ എന്നായിരുന്നു കേട്ടോ പേര്. ആലിസൺ. അതെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ നമ്മള് ഒരു PYQ തന്നെ നമ്മൾ 3 PYQ സോൾവ് ചെയ്തു കേട്ടോ. ഞാൻ അപ്പൊ നേരത്തെ ചോദിച്ച 2 ക്വസ്റ്റ്യനും PYQs ആയിരുന്നു. അപ്പൊ നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് മാക്സിമം പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുവരെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് ഇസ് നോട്ട് ഫോക്കസ്ഡ് ബൈ ഹൊറേറ്റ് ഇൻ ഹിസ് ആർട്ട് പോയറ്റിക്ക? ഏതാണ്? ഡിറ്റാച്ച്മെന്റ് ഓഫ് റൈറ്റർ ടു ഹിസ് വർക്ക് ആണോ? മോറൽ ആൻഡ് സോഷ്യൽ ഫങ്ഷൻസ്? ഓക്കെ, ഇത് വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവൂലേ. ഡിറ്റാച്ച്മെന്റ് ഓഫ് എ വർക്കർ ടു ഹിസ് വർക്ക്. ഇവിടെ നോട്ടാണ്. ഇങ്ങനത്തെ വേർഡ്സ് ഒന്നും മിസ് ചെയ്യരുത്. ഓക്കെ,
അങ്ങനെ ഒരിക്കലും ഹൊറേസ് പറയില്ല. കാരണം ആ ഒരു വർക്കിൽ പറഞ്ഞിട്ടുള്ളതിന് എന്താണ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഹൊറൈസ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും ഒരു റൈറ്റർ ഡീപ്ലി ഇമ്മേഴ്സ് ആയിരിക്കണം ആ ഒരു ക്ലാസിക്കൽ ട്രഡീഷനോടും കസ്റ്റംസിനോടും ഒക്കെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ഹി ആസ്ക്ഡ് ടു സ്റ്റഡി ഗ്രീക്ക് നൈറ്റും ഡേയും നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, നമ്മൾ ഗ്രീക്ക് എന്നൊക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ ഒരു ലൈന് ഒറേസ പറയാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് നമുക്കത് കണ്ട പാടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ബി ആണ്. പിന്നെ ബിയിൽ നമുക്കറിയാം പോയട്രി എന്ന് പറഞ്ഞാൽ പ്ലഷറും പ്രോഫിറ്റും രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം, അങ്ങനെയായിരുന്നു ഒറേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ട്രൂ തന്നെ ആയിട്ട് വരും. പിന്നെ സി എന്ന് പറഞ്ഞാല് ഒരു പോയറ്റിക്സിന്റെ സെൻട്രൽ പില്ലർ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോണും സ്റ്റൈലും ക്യാരക്ടറൈസേഷനും എല്ലാതും ആ സബ്ജക്റ്റ് മാറ്ററിനായിട്ട് മാച്ച് ചെയ്തുകൊണ്ട് പോകണം. ഓക്കെ, ആ ഒരു ഓഡിയൻസിന്റെ എക്സ്പെക്ടേഷനോട് കൂടി മാച്ച് ചെയ്ത് പോകണം എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. പിന്നെ അടുത്തത് ഹൊറേസ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാല് ലാംഗ്വേജ് എപ്പോഴും ചേഞ്ചിങ് ആയിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു ഒരു മരത്തിലെ ഇലകൾ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഓരോ ടൈമിൽ അത് പൊഴിഞ്ഞു പോകും, ചില ടൈമിൽ വീണ്ടും വരും. അതേപോലെയാണ് ലാംഗ്വേജ് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ചേഞ്ചസ് ഓവർ ടൈം. ഓക്കെ, അപ്പൊ ഈ ഒരു ലൈന് കേൾക്കുമ്പോൾ ഒരു ഫിക്സ്ഡ് മീനിങ് ഇല്ല ശരിക്കും ഒരു വേർഡ്സിനൊന്നും പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അത്രയും കോൺട്രവേഴ്സിയൽ ആയിട്ട് ഓൾസോ അതാരായിരുന്നു എന്നറിയോ? ഒരു ഫിക്സ്ഡ് മീനിങ് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതെ, യെസ്, വെരി ഗുഡ്, ഡെരീഡ ആയിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു ലൈനൊക്കെ കേൾക്കുമ്പോ തന്നെ മനസ്സിലേക്ക് വരണം ഇതുപോലെ വേറെ ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു തോട്ട്. അപ്പൊ ആരായിരുന്നു? ഡെരീഡ ആയിരുന്നു അല്ലേ പറഞ്ഞത്? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ ഹൊറേസും ലോഞ്ചിനസും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇപ്പൊ ഹൊറേസി റൂൾസ് ഡെക്കറം അതൊക്കെ പറഞ്ഞപ്പോ ഏൻഷ്യൻസിനെ ഇമിറ്റേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോ ലോഞ്ചിനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു? ഇമോഷണൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അല്ലെ, ഗ്രാൻഡ് പാഷനും അതൊക്കെയായിരുന്നു ലോഞ്ചിനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൺ ദ സബ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ബുക്കിൽ. അപ്പൊ ഹൊറേസും ലോഞ്ചിനസും അവരെ വ്യൂസ് ഡിഫറെന്റ് ആയിരുന്നു. സോ അതൊന്ന്, അതെ, ഗ്രാൻഡർ ഓഫ് തോട്ട്, അവര് വ്യൂസ് ഡിഫറെന്റ് ആണ്. അതൊന്ന് എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ള ആ ഒരു ഡിഫറൻസിയേഷൻ ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവട്ടെ. ആ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റണം വന്നാൽ തന്നെ. അതെ, കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ എങ്ങനെയായിരുന്നു? ഓഡിയൻസ് റിലേറ്റഡ് ആയിരുന്നു കൂടുതൽ ലോഞ്ചിനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുവരെ ഓക്കെ അല്ലേ? ഞാൻ ഓരോ ക്വസ്റ്റ്യനും ചിലപ്പോ വേറെ വേറെ PYQs ഒക്കെ ചോദിക്കൂട്ടോ, റിട്ടൻഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ പോവാം. ഉം, ഇത് ക്വസ്റ്റ്യൻ ഇല്ലേ? ഓക്കെ. ഉം, ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യന്. മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ശരിക്കും ആൻസർ ആണല്ലോ കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, പറഞ്ഞോ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? എനിബഡി നോ? മരിയ ജെല്ലി ഉണ്ട്, ജൂലിയ മാർട്ടിൻ ഉണ്ട്, റോസാമൺ സ്റ്റേസി, റൂത്ത് പാച്ചറ്റ് ഒക്കെ കുറച്ചൊരു അൺഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടോ നെയിംസ് ഒക്കെ? എല്ലാം നമുക്ക് ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിൽ 100 നമുക്ക് ഫെമിലിയർ ആവില്ല കേട്ടോ. നമ്മുടെ എയിം എന്താന്ന് വെച്ചാൽ അതിലൊരു 70 to 80 ഒരു 90 അത്രയും ക്വസ്റ്റ്യൻസ് എങ്കിലും ഒന്ന് ഫെമിലിയർ ആക്കാന്നുള്ളതാണ് നമ്മളെ എയിം എന്ന് പറഞ്ഞാല്. നമുക്കറിയാത്ത എത്ര പഠിച്ചാലും അറിയാത്ത എന്തെങ്കിലും കഴിച്ചാൽ ഇതുണ്ടാവും. സോ എനിക്ക് തോന്നുന്നത് നമ്മൾ കൂടുതൽ പോസ്റ്റ് മോഡേൺ കണ്ടംപററി ഏരിയ നമ്മൾ കവറിങ് കുറച്ച് കുറവാണ്. അതുകൊണ്ടാവും ചിലപ്പോ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ പോവാറില്ല. ഇനിയിപ്പോ നമുക്ക് പോവേണ്ടി വരും. ഓക്കെ, ഇത് കുറച്ച് ആ ഒരു പീരിയഡിലെ ആണ് കേട്ടോ കൂടുതലായിട്ടും മോഡേൺ പോസ്റ്റ് മോഡേൺ എന്നൊക്കെ. സോ പറഞ്ഞോളൂ, ഏതായിരിക്കും വരിക? ഉം ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് ഓക്കെ, ആരാണ്, ഏത് വർക്കാണ് മരിയ ജെല്ലി എഴുതിയിട്ടുണ്ടായിരുന്നത്? എനി ഐഡിയ? സോറി, ക്യാരക്ടർ ആണ് കേട്ടോ. ഓക്കെ.
അത് ക്യാരക്ടേഴ്സ് ആണ്. ജീൻ റൈസിന്റെ ക്യാരക്ടേഴ്സ് ആണ് ഇതില്. ഏതൊക്കെയാണ് ജീൻ റൈസിന്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയാൻ പറ്റുമോ? ഓക്കെ. ജീൻ റൈസിന്റെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ മതി, വേർഡ്സ് ഇപ്പൊ പറയണ്ട. ഇത് ആരെ ക്യാരക്ടറാണ്? ഈ മരിയാസെല്ലി ആൻഡ് ജൂലിയ മാർട്ടിൻ രണ്ടും ജീൻ റൈസിന്റെ ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. ഈ ജീൻ റൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫേമസ് ആയിട്ടുള്ള, അതെ ജീൻ റൈസ്, നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് കൂടി നമുക്ക് അറിയാം. നമുക്ക് ജീൻ റൈസിനെ കൂടുതൽ അങ്ങനെ ആയിരിക്കും അറിയാം. അതെ, വൈറ്റ് സർഗാസോ സി എന്നുള്ള ആ ഒരു വർക്കിലൂടെ ആയിരിക്കും നമുക്ക് ജീൻ റൈസിനെ കൂടുതലായിട്ടും നമുക്ക് പരിചയമുള്ളത് അല്ലെ. നമ്മുടെ ജെയിൻ നായറിന്റെ ആ ഒരു ബുക്കിനെ ആസ്പദാക്കിയിട്ട് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വർക്കാണ് വൈറ്റ് സൈഗോസോസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് രണ്ടും അതേ ജീൻ റൈസിന്റെ ക്യാരക്ടേഴ്സ് ആണ് കേട്ടോ. ആൻഡ് മരിയാസെല്ലി ഗോസ് ടു കോട്ടറ്റ്. കോട്ടറ്റ് എന്നുള്ള ആ ഒരു വർക്കിലെ ക്യാരക്ടറാണ് മരിയാസെല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആക്ച്വലി ഒരു ഫ്രഞ്ച്, ഐ തിങ്ക് ഇറ്റ്സ് ഫ്രഞ്ച് വർക്കാണ്. പിന്നീട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിൽ ഈ ഒരു മരിയാസെല്ലി പള്ളി ഒരു ക്യാരക്ടർ ഒരു പോളിഷ് വുമൺ ആണ് കേട്ടോ. ഒരു ഒരു ആർട്ട് ഡീലറിനെ മാരി ചെയ്യുന്ന ഒരു പോളിഷ് വുമൺ ആണ്. പക്ഷേ ഇദ്ദേഹം, ഈ ഒരു മരിയാസെല്ലിന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഹി വാസ് ഇംപ്രിസൺഡ്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ അത്യാവശ്യം നല്ല ഇമോഷണലി ഫിനാൻഷ്യലി ഒക്കെ നല്ല വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത് ഈ ഒരു സ്റ്റോറിയിൽ, കോട്ടയത്ത് എന്നുള്ള ഈ ഒരു സ്റ്റോറിയിൽ. ഓക്കെ. എനിക്ക് നേരത്തെ ഓത്തേഴ്സും ക്യാരക്ടേഴ്സും മാറിപ്പോയതാണ് കേട്ടോ, റിയലി സോറി. ഓക്കെ. അങ്ങനെ അടുത്തത് പിന്നെ ജൂലിയ മാർട്ടി എന്നുള്ള ഈ ഒരു ക്യാരക്ടർ അപ്പൊ ഇതിലായിരിക്കും, എനിബഡി നോ? ഇതും ജീൻ റൈസിന്റെ തന്നെ വർക്കാണ്. ഏതായിരുന്നു? ഒരു ഗസ് അടിച്ചേ. കോട്ടേറ്റ് നമ്മൾ പറഞ്ഞു, ഇനിയിപ്പോ ഈ മൂന്നെണ്ണേ ഉള്ളൂ. അതെ, വെരി ഗുഡ്. ആഫ്റ്റർ ലീവിങ് മിസ്റ്റർ മെക്കൻസി എന്നുള്ള വർക്കിലായിരുന്നു ജീൻ റൈസിന്റെ ഈ ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്. ഈ ഈ റൈസിയൻ ഹീറോയിൻ എന്ന് പറഞ്ഞാലേ ഈ ജീൻ റൈസിന്റെ എല്ലാ വർക്കിലും ഒരു വുമൺ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു യൂറോപ്പിലൊക്കെ താമസിക്കുന്ന, ഒരു റൂട്ടൊന്നും ഇല്ലാത്ത, ശരിക്ക് പോവാനൊരു സ്ഥലങ്ങളൊന്നും ഇല്ലാത്ത, ഒരു ഹോം എന്താന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്ക് അറിയില്ല, അങ്ങനത്തെ ഒരുപാട് പ്രോട്ടഗണിസ്റ്റ് ഉണ്ടാവും. അതെ, അരിസ്ട്രോക്രസി, അതേപോലെ കൂടുതൽ ഫെമിനിസ്റ്റ് റിലേറ്റഡ് ആയില്ല, കൂടുതൽ വുമനെ കുറിച്ചായിരുന്നു റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവരാണെങ്കിലോ ഒരു ഹോം ഇല്ലാത്ത, റൂട്ട് ഇല്ലാത്ത, ഫിനാൻഷ്യൽ ക്രൈസിസിലൊക്കെ പെടുന്ന ഒരു റിയാലിറ്റിയിലേക്ക് വരുമ്പോ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല. അവരെ കുറിച്ച് പച്ചയായിട്ട് തന്നെ എഴുതിയിട്ടുള്ള ഒരാളായിരുന്നു ജീൻ റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഷി വാസ് വെരി ഫോണ്ട് ഓഫ് സച്ച് വുമൻ. ആൻഡ് ഈ സ്ട്രഗിൾ ഒക്കെ ചെയ്യുന്ന വുമണിനെ കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരാൾ തന്നെയായിരുന്നു ജൂലിയ മാർട്ടിൻ. ഈ ഒരു ആഫ്റ്റർ ലീവിങ് മെക്കൻസി എന്നുള്ള സ്റ്റോറിയിലെ ജൂലിയ മാർട്ടിൻ അങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ. ആൻഡ് ജൂലിയ മാർട്ടിന്റെ ഒരു ഫോമർ ലവർ മിസ്റ്റർ മെക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. ആൻഡ് ഹി അബാൻഡൻസ് ഹെർ. ഓക്കെ. അങ്ങനെ പാരീസിലും ലണ്ടനും ഒന്നുമില്ല, ആ ഒരു അതിന്റെ ഇടയിൽ കിടന്നിട്ട് നല്ലോണം സ്ട്രഗിൾ ചെയ്ത് ആൽക്കഹോളിസം, മെമ്മറി ലോസ് ഒക്കെ, ഒരു സോഷ്യൽ എലിയനേഷൻ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചായിരുന്നു ഈ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അങ്ങനെ കോട്ടറ്റും ആഫ്റ്റർ ലീവിങ് മെക്കൻസി ആരുടെ വർക്കായിരുന്നു? Whose work was it? Cottet and After Leaving Mackenzie? അതെ, ജീൻ റൈസിന്റെ വർക്ക് ആയിരുന്നു. അടുത്തത് ഈ റോസാമൺ സ്റ്റേസി അപ്പോ ഏതിലെ ക്യാരക്ടറാണ്? റോസാമൺ സ്റ്റേസി. ഇത് രണ്ടും പോയി. ഏതായിരുന്നു? അതെ, ദ മിൽ സ്റ്റോൺ എന്നുള്ള വർക്കിലെ ക്യാരക്ടർ ആയിരുന്നു റോസാമോൻ സ്റ്റേസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത് മാർഗരറ്റ് ഡ്രേബിൾ ആയിരുന്നു കേട്ടോ. ഒരു 1960s ഒരു വർക്കാണ് കേട്ടോ, 1965 ഐ തിങ്ക്, അതിലൊരു വർക്കാണ്. ആ ഒരു ടൈം ലൈനിലെ വർക്കാണ് കേട്ടോ ഈ ഒരു ദി മിൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിലൊരു ഫെമിനിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ് കേട്ടോ ഇതും. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു യങ് വുമന്റെ സ്റ്റോറിയാണ് കേട്ടോ. ആൻഡ് ഷീ ബിക്കംസ് പ്രഗ്നന്റ് ആഫ്റ്റർ എ വൺ നൈറ്റ് എൻകൗണ്ടർ. ആൻഡ് ഒരു സിംഗിൾ മദർഹുഡ് ഒക്കെ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഈ ഒരു റോസാമോൺ സ്റ്റേസിയുടെ സ്റ്റോറിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പബ്ലിഷ്ഡ് ഇൻ 1965. മറ്റുള്ള രണ്ടും കോട്ടറ്റ് 1928
ആഫ്റ്റർ ലീവി മെക്കൻസി 1930 കേട്ടോ. രണ്ടിന്റെയും വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ഒരു 1 to 2 decades ഡിഫറൻസ് ഒക്കെ ഉള്ളൂ. മാർഗരറ്റ് ഡ്രാബിൾ അതായിരുന്നു ഓഥറിന്റെ പേര്. ഓക്കെ, ഷി വാസ് എ ഫെമിനിസ്റ്റ് റൈറ്റർ. അടുത്തത് ആൻഡ് റൂത്ത് പാച്ചറ്റ് എന്നുള്ളത് പിന്നെ അതല്ലേ ഉള്ളൂ, ദ ലൈഫ് ആൻഡ് ലവ്സ് ഓഫ് ഷീ ഡെവിൽ. ഓക്കെ, ഇതും ഒരു ഐറണിക്കൽ ആയിട്ടുള്ള ഒരു സെറ്റൈറിക്കൽ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ. ഇതും ഈ ഒരു ദ ലൈഫ് ആൻഡ് ലവ്സ് ഓഫ് ഷീ ഡെവിൽ എന്ന് പറഞ്ഞിട്ടുള്ള റൂത്ത് പാച്ചറ്റ് ആയിരുന്നു അതിലെ പ്രോട്ടഗണിസ്റ്റ്. ഷി വാസ് എ ഹൗസ് വൈഫ് ആൻഡ് അതും അവരെയും ഹസ്ബൻഡ് അബാൻഡൻ ചെയ്യുന്ന സ്റ്റോറിയാണ് ഫോർ എ റൊമാൻറ്റിക് നോവലിസ്റ്റിന് വേണ്ടിയിട്ട്. അതിന്റെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. റിവെഞ്ച് ആണ് കേട്ടോ, റിവെഞ്ച് പ്ലോട്ട് ആയിരുന്നു ഇതിനുണ്ടായിട്ടുള്ളത്. ദ ലൈഫ് ആൻഡ് ലവ്സ് ഓഫ് ഷീ ഡെവിൽ പബ്ലിഷ്ഡ് ഇൻ 1983. അതെ, മാർഗരറ്റ് ഡ്രാബിൾ. യെസ് യെസ്. ഓക്കെ, പബ്ലിഷ്ഡ് ഇൻ 1983 കേട്ടോ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ഏതായിരിക്കും ആൻസർ? സി അല്ലേ, മരിയ സെല്ലി ഗോസ് ടു കോട്ടറ്റ് ആൻഡ് ജൂലിയ മാർട്ടിൻ ആഫ്റ്റർ ലീവി മെക്കൻസി. അപ്പൊ ഏതായിരിക്കും ഇതിന്റെ ആൻസർ? ഓപ്ഷൻ സി ആണ് കേട്ടോ ഇതിന്റെ ആൻസർ. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓരോന്നിന്റെ ഇയേഴ്സ് നോക്കി വെക്കാം കേട്ടോ. കോട്ടറ്റ് 1928, മെക്കൻസി 1930, മിൽസ്റ്റോൺ 1965, ആൻഡ് ലവ് ആൻഡ് ലൈഫ്സ് ഓഫ് ഷീ ഡെവിൽ 1983. ദിസ് ഇസ് എ കൈൻഡ് ഓഫ് റിവെഞ്ച് പ്ലോട്ട്. ഇങ്ങനത്തെ ഒരു റിവെഞ്ച് പ്ലോട്ട് ആണ് ഇതിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, who became known in the popular imagination as the notorious French postmodernist philosopher? ഫ്രഞ്ച് എന്ന് കേൾക്കുമ്പോ ഞാൻ ആൻസർ ദാറ്റ് ഡി ആണോ? ബി പറയുന്നുണ്ട്. ജീൻ ബോഡ്രിലാർഡ് ഉണ്ട്, ഡെറിഡ ഉണ്ട്, ലിയോട്ടാർഡ് ഉണ്ട്, റോമൻ റോളണ്ട് ഉണ്ട്. ആരായിരിക്കും? എല്ലാരും ബി പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇതാരായിരുന്നു? അപ്പോ 1 by 1 നോക്കുകയാണെങ്കിൽ ഇതാരായിരുന്നു? ബി. ഓക്കെ, ഇതൊക്കെ ആരായിരുന്നു? എനിബഡി നോ? ഓക്കെ, അതെ, സൈമിൾക്രാൻ സിമുലേഷൻ എന്നാണ് ജീൻ ബോഡ്രിലാർഡ് എന്ന് കേൾക്കുമ്പോ തന്നെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, ആൻഡ് ഡെറിഡ. ഓക്കെ, ആൻസർ. ഇപ്പൊ ലിയോട്ടാർഡ് ആരായിരുന്നു? എന്താണ് മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്നത് ഈ ഒരു പേര് കേൾക്കുമ്പോ? മെറ്റ. ഓക്കെ, ഇൻക്രിഡുലിറ്റി ടുവാർഡ് മെറ്റ നറേറ്റീവ്സ് ഒക്കെ അല്ലേ? ഓക്കെ, അതായിരുന്നു. പിന്നെ അടുത്ത റോമൻ റോളണ്ട്. റോമേൻ റോളണ്ട് എന്നാണ് കേട്ടോ ശരിക്ക്. ഒരു ഐ ഉണ്ട് ഇവിടെ ശരിക്ക്. ആൻഡ് കുറച്ച് കുറച്ചൊരു അൺഫെമിലിയർ ആയി തോന്നുന്നുണ്ടോ ഓപ്ഷൻ ഡി? ഹി വാസ് എ ഫ്രഞ്ച് ഡ്രമാറ്റിസ്റ്റ് ആൻഡ് നോവലിസ്റ്റ് കേട്ടോ. ഈ ഒരു ഓഷ്യാനിക് ഫീലിംഗ് എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ സിഗ്മണ്ട് ഫ്രൂഡിന്റെ കൂടെ ഈ ഒരു ഓഷ്യാനിക് ഫീലിംഗ് എന്നുള്ള ഒരു ഫീലിംഗ് ആ ഒരു ടേം കോയിൻ ചെയ്തിട്ടുള്ള ആളായിരുന്നു റോമൻ റോളണ്ട്. ഡു യു നോ വാട്ട് ഈസ് ഓഷ്യാനിക് ഫീലിംഗ്? ഓഷ്യാനിക് ഫീലിംഗ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബീച്ച് സൈഡിൽ ഇരിക്കുകയാണ്. അപ്പൊ നമ്മള് മുന്നിൽ നമ്മള് മേലെ ഒരു വൈഡ് ആയിട്ടുള്ള വലിയൊരു സ്കൈ ഉണ്ട്. ആൻഡ് അങ്ങനത്തെ ആ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ തോന്നാണ്, ഞാനും ഇത്രയും വലിയ ഈ ഒരു കാര്യങ്ങളൊക്കെ നേച്ചറിൽ ഉണ്ടല്ലോ, ഞാനും ഇതിന്റെ ഒരു പാർട്ടാണല്ലോ. ആ ഒരു ഫീല് വരില്ലേ? അതിനാണ് നമ്മൾ ഒരു ഓഷ്യാനിക് ഫീലിംഗ് എന്ന് വരിക. എനിക്ക് ലിമിറ്റ് ഒന്നുമില്ല, ഞാനും ഇതിലെ ഒരു പാർട്ടാണ്, ഈ ഒരു യൂണിവേഴ്സിന്റെ പാർട്ടാണ്, അങ്ങനത്തെ ഒരു ഫീലൊക്കെ വരില്ലേ? അതിനാണ് നമ്മൾ ഓഷ്യാനിക് ഫീലിംഗ് എന്ന് പറയാ. ആ ഒരു ഓഷ്യാനിക് ഫീലിംഗ് കോയിൻ ചെയ്തിട്ടുള്ള ആളായിരുന്നു റോമൻ റോളണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആള്. ഹി വാസ് എ നോബൽ പ്രൈസ് വിന്നർ. ഓക്കെ, ഡ്രാമാറ്റിസ്റ്റ് ആണ്, നോവലിസ്റ്റ് ആണ്. ആൻഡ് സിഗ്മണ്ട് ഫ്രൂഡിന്റെ കൂടെയായിരുന്നു ഈ ഒരു കാര്യം, പെസിഫിസം, ഓഷ്യാനിക് ഫീലിംഗ് ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെ, അൺലിമിറ്റഡ് ബൗണ്ട്ലെസ്. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ ഓഫ് കോഴ്സ് നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞു. ഇത് ഡെറിഡ ആണ്.
ആൻഡ് അദ്ദേഹത്തിന്റെ ഡീകൺസ്ട്രക്ഷൻ നമുക്കറിയാം. ഡിഫറൻസ് ആൻഡ് എന്തായിരുന്നു എന്തായിരുന്നു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡിഫറിങ് ആൻഡ് ഡീ റെഫറിങ് അല്ലേ? അതായിരുന്നു അതിന്റെ മീനിങ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു എൻഡ്ലെസ് ചെയിൻ ആണ്, ഒരിക്കലും അത് സ്റ്റേബിൾ ആവാൻ പോണില്ല, അതിനൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു മീനിങ്ങും വരാൻ പോണില്ല. ഇപ്പൊ നമ്മളൊരു ഹീറോ വില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് നമ്മളെ മനസ്സിൽ എന്ന് വെക്കാം. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്ന ഹീറോ ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു മനുഷ്യന്, വില്ലൻ ഓ അത്ര മോശപ്പെട്ട ഒരാള്, അങ്ങനെ ആയിരിക്കും നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരാം. പക്ഷെ ഡെറിഡ തിങ്ക് ചെയ്തിട്ട് അതെ ഡിഫർ പ്ലസ് ഡിഫർ. അപ്പൊ പക്ഷെ ഡെറിഡ തിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്ന എന്താന്ന് വെച്ചാല് ഒരു ഹീറോ എന്താ ഒരു പിന്നൊന്നും ചെയ്യാൻ പാടില്ലേ, ഒരു ഹീറോ പിന്ന് ചെയ്താൽ അദ്ദേഹം പിന്നെ ആരായി? അതേപോലെ വില്ലൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് റീസൺ ഉണ്ടാവില്ലേ? അങ്ങനെ അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്ത് പോവാണെങ്കിൽ ആ ഒരു ഹീറോ വില്ലൻ എന്നുള്ള ആ ഒരു ഹോൾ കോൺസെപ്റ്റിനെ നമുക്ക് ഒരു അൺസ്റ്റേബിൾ ആയിട്ട് തോന്നൂലേ? ഈ ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻസ്. അതെ, അങ്ങനത്തെ സിറ്റുവേഷനെ പറ്റി ഓരോ വേർഡ്സ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഡിഫർ ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നായിരുന്നു നമ്മളെ ഡെബീഡ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന്റെ ലെക്ചറിലായിരുന്നു ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഡെബീഡ. ഓക്കെ. ആൻഡ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ലെക്ചറിലായിരുന്നു സ്ട്രക്ചർ സയൻസ് പ്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസ്കോഴ്സ് ഓഫ് ദ ഹ്യൂമൻ സയൻസ് എന്നുള്ള ആ ഒരു ലെക്ചറിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെ മാറിക്കൊണ്ട് ഓരോരുത്തരും അത് ഏറ്റെടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇത് ഓക്കെ അല്ലേ? അപ്പൊ എന്തായിരുന്നു ജീൻ ബോഡ്രിലാർഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സൈമുൽക്ര ആൻഡ് സിമുലേഷൻ എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ആക്ച്വൽ റിയാലിറ്റിയിൽ നമ്മൾ റിപ്ലേസ് ചെയ്യുന്ന ഡിസ്നിലാൻഡ് ഒക്കെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരില്ലേ ജീൻ ബോഡ്രിലാർഡ് എന്ന് പറയുമ്പോൾ? പിന്നെ ലിയോട്ടാർഡ് പോസ്റ്റ് മോഡേൺ കണ്ടീഷനെ കുറിച്ചൊക്കെ, മെറ്റാ നെറേറ്റീവ്, ഗ്രാൻഡ് നെറേറ്റീവ്, ഞങ്ങൾ ഇനി ഒന്ന് ഗ്രാൻഡ് നെറേറ്റീവ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അതായിരുന്നു ലിയോട്ടാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഞങ്ങൾ റിജക്ട് ചെയ്യാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തത് റോമൻ റോളാൻഡ്. ഹി വാസ് എ നോബൽ പ്രൈസ് വിന്നിംഗ് ഫ്രഞ്ച് ഡ്രാമാറ്റിസ്റ്റ് ഹു കോയിൻഡ് ദ ടേം ഓഷ്യാനിക് ഫീലിംഗ്. ഓക്കെ, അലോങ് വിത്ത് സിഗ്മണ്ട് ഫ്രീഡ്. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വീണ്ടും ഒരു ലൈനാണ് വന്നിട്ടുള്ളത്. എന്ത് ചെയ്യും? ഇതാരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. In delineate male character, I labor under the disadvantages. Intuition and theory will not adequately supply the place of observation and experiences. Okay. When I write about women, ഷാർലറ്റ് ബ്രോണ്ടെ ആണ് എന്നാണ് പറയുന്നത്. Is that so? ആണോ? ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് പറയാൻ പറ്റുമോ? എന്താണ് ഇതുകൊണ്ട് ഷാർലറ്റ് ബ്രോണ്ടെ ഉദ്ദേശിക്കുന്നതെന്ന്? ഒരു ഷാർലറ്റ് ബ്രോണ്ടന്റെ ഒരു മേജർ വർക്ക് എഴുതുന്ന ടൈമിലാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. ലെറ്ററിൽ പറഞ്ഞതായിരുന്നു. എന്തായിരുന്നു എന്നറിയോ? ആ വർക്കിന്റെ പേര് എന്താണെന്നറിയോ? ഒരു വർക്ക് എഴുതുന്ന ഇടയിലായിരുന്നു. അതെ, ആ ലെറ്ററിലായിരുന്നു പറഞ്ഞത്. ഓക്കെ, പബ്ലിഷിംഗ് ഫേമിലെ എക്സിക്യൂട്ടീവിന് എഴുതിയിട്ടുള്ള വർക്ക് ആയിരുന്നു ഷാർലറ്റ് ബ്രോണ്ടെ, ആൻഡ് ദാറ്റ് വാസ് ജെയിംസ് ടൈലർ. അദ്ദേഹത്തിന് ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിൽ ഷാർലറ്റ് ബ്രോണ്ടെ ഒരു ഒരു വർക്കിലായിരുന്നു, ഒരു വർക്കിന്റെ ഫിനിഷ് ആയിട്ടില്ല. ഒരു ഏതായിരുന്നു എന്നറിയോ? അത് ക്യാൻ ബി എ ഒരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ. അതെ, വില്ലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിലായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ആ വർക്ക് എഴുതുമ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എനിക്ക് ഫീമെയിൽസിനെ കുറിച്ചൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. ഐ എം സെക്യൂർ വെൽ റൈറ്റിംഗ് അബൌട്ട് ഫീമെയിൽ സൈക്കോളജിക്കൽ ഡെപ്ത് അല്ലെ. ബട്ട് മെൻ എന്ന് പറഞ്ഞാല് എനിക്ക് ഒന്നുകൂടി കൺസ്ട്രക്ട് ചെയ്തിട്ട് ആ ഒരു തിയറിയും കാര്യങ്ങളും ഒബ്സർവേഷൻ ഒക്കെ ചെയ്തിട്ടേ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. ലിവ്ഡ് ഇൻറ്റ്യൂഷൻ എനിക്കില്ലല്ലോ എന്നായിരുന്നു ഷാർലറ്റ് ബ്രോണ്ടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ലെറ്റർ നോക്കാം. ടു ടൈലർ, ജെയിംസ് ടൈലർ, ഒരു പബ്ലിഷിംഗ് എക്സിക്യൂട്ടീവ് ആയിരുന്നു അദ്ദേഹം. March 1, 1850 or 51 ഐ തിങ്ക്, ആ ഒരു ടൈമിലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഇതെന്തായാലും വരാൻ പോണില്ല. യുനോ വൈ? ഇതെന്തായാലും വരാൻ പോണില്ല. എന്താ റീസൺ എന്നറിയോ?
ജെയിൻ ഓസ്റ്റൻ റോഡ് ടു എലിസബത്ത് സീവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രോണോളജിക്കലി ബയോഗ്രഫിക്കലി ഇത് തെറ്റാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഓസ്റ്റന്റെ ലെറ്റേഴ്സ് മെയിൻലി ഓസ്റ്റന്റെ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള കെസാൻഡ്ര അല്ലെങ്കിൽ മാർത്ത ലോയിഡ് അവർക്കുള്ള ലെറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. പക്ഷെ ഈ എലിസബത്ത് സീവൽ വരുന്നത് 19th സെഞ്ചുറിയിലാണ്. അപ്പൊ ക്രൊണോളജിക്കലി ഇത് ഇമ്പോസിബിൾ ആണ്. അപ്പൊ എലിസബത്ത് സീവൽ ഏത് ടൈം ലൈനാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബി എലിമിനേറ്റ് ചെയ്ത് പോവാം. ഓക്കെ. ജെയിൻ ഓസ്റ്റൻ അപ്പൊ ഏത് ടൈം ലൈനിലായിരുന്നു? ജെയിൻ ഓസ്റ്റൻ ഏത് ടൈം ലൈനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പഠിക്കുമ്പോ? ഉം അതെ. അപ്പൊ എന്തായാലും ആ ഒരു ടൈം ലൈന് മാച്ച് ആവാൻ പോണില്ല. സോ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ മാർഗരറ്റ് ഒലിഫന്റ് റോട്ട് ഇസബൽ ബ്ലാക്ക്വുഡ് എന്നൊക്കെ ഇവരൊക്കെ വരുന്നത് ഈ ഒരു ബ്ലാക്ക്വുഡ് മാഗസീൻ ഒക്കെ ഇല്ലേ, അതിലൊക്കെ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു കേട്ടോ. ഇവര് രണ്ടുപേരും വിക്ടോറിയൻ നോവലിസ്റ്റ് ആയിരുന്നു. പിന്നെ ഉള്ളത് ഷാർലറ്റ് യോങ് ടു ഫെലീഷ്യ സ്കിൻ. ഇവര് വിക്ടോറിയൻ നോവലിസ്റ്റിന്റെ ആണ്. ഓക്സ്ഫോർഡ് മൂവ്മെന്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഷാർലറ്റ് യോങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഡു യു നോ വാട്ട് ഈസ് ഓക്സ്ഫോർഡ് മൂവ്മെന്റ്? വാട്ട് വാസ് ഓക്സ്ഫോർഡ് മൂവ്മെന്റ്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിലെ മേജർ ഫിഗേഴ്സ് ഒക്കെ ആരാന്നൊക്കെ നമുക്ക് MCQലൊക്കെ കാണാം. എന്തായിരുന്നു ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതെ, ന്യൂമാൻ, ജോൺ ഹെൻറി ന്യൂമാൻ ആയിരുന്നു അതിലെ മേജർ ഫിഗർ. ലീഡർ ന്യൂമാൻ ആയിരുന്നു. എന്തായിരുന്നു ആ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണ് അതിന്റെ? എന്തിനായിരുന്നു ഈ ഓക്സ്ഫോർഡ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്? ഒരു ചെറിയൊരു ക്ലൂ ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിബഡി നോ? ഒരു എന്ത് മൂവ്മെന്റ് ആയിരുന്നു? സെക്യുലർ ആണോ, റിലീജിയസ് ആണോ? എന്ത് മൂവ്മെന്റ് ആയിരുന്നു അത് പറഞ്ഞാൽ മതി. പേരൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ട് തോന്നും. അതെ, റിലീജിയസ് മൂവ്മെന്റ് ആണ് കേട്ടോ. നമുക്ക് പഠിക്കാം. റിലീജിയസ് മൂവ്മെന്റ് ആയിരുന്നു ഓക്സ്ഫോർഡ് മൂവ്മെന്റ്. ഒരു 1833 ഈ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഓക്സ്ഫോർഡ് മൂവ്മെന്റ് പേര് വരാൻ കാരണം അതിലെ മെയിൻ ആയിട്ട് ആളുകളൊക്കെ ഓക്സ്ഫോർഡിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു ഈ ഒരു പേര് വരാൻ കാരണം. ഇപ്പൊ അന്നൊക്കെ ഈ ഒരു ഡാർവിന്റെ ടൈമൊക്കെ അല്ലേ. അപ്പൊ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ തെന്നി മാറി പോകുന്നുണ്ട് എന്നൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയായിരുന്നു അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനെതിരെയൊക്കെ ആയിട്ട് ഈ കാത്തോലിക് ട്രഡീഷനൊക്കെ ഒന്നുകൂടെ വരാൻ വേണ്ടിയിട്ട്, ഓക്കെ, ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിലെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു ഓക്സ്ഫോർഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ എന്തായിരുന്നു അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാല് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അതോറിറ്റി ഓഫ് ചേർച്ച് റീസ്റ്റോർ ചെയ്യുക, പിന്നെ ക്രിസ്ത്യൻ ട്രഡീഷൻ ഒക്കെ കൊണ്ടുവരെ വീണ്ടും. ഓക്കെ, അതൊക്കെയായിരുന്നു അതിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിന് വേറെ പേരും കൂടി ഉണ്ട്, ട്രാക്ടേറിയൻ മൂവ്മെന്റ് എന്ന് കൂടി പറയൂ കേട്ടോ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഓക്സ്ഫോർഡ് മൂവ്മെന്റ് ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇവരൊക്കെ അതിലെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആയിരുന്നു. ഇനി ഇതൊക്കെ അല്ലേ? അപ്പോ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബില്ലറ്റ് എന്ന് എഴുതുമ്പോൾ ഷാർലറ്റ് ബ്രോണ്ടെ തന്റെ പബ്ലിഷിംഗ് എക്സിക്യൂട്ടീവ് ആയ ജെയിംസ് ടൈലറിന് എഴുതിയിട്ടുള്ള ലെറ്റർ ആയിരുന്നു. എനിക്ക് ഫീമെയിൽ സൈക്കോളജി എനിക്കറിയാം, പക്ഷെ മെയിൽ സൈക്കോളജി കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നായിരുന്നു ഷാർലറ്റ് ബ്രോണ്ടന്റെ അതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഷി വാസ് എ വുമൺ ആൻഡ് ഷീ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഫീൽസ് ടു ബി എ മാൻ, അല്ലെ? അപ്പോ അതായിരുന്നു അതിന്റെ മെയിൻ തീം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ ഇതുവരെ? ഞാൻ ഇതിലുള്ളതിനേക്കാൾ കുറച്ച് എക്സ്പ്ലനേഷൻ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വില്ലറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? വില്ലറ്റ് അറിയില്ലേ? അതൊരു ബ്രിസ്റ്റൽ സ്കൂളിൽ നടന്ന ആ ഒരു ബ്രിസ്റ്റൽ സ്കൂൾ ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ലൂസി സ്നോ എന്നാണ് അതിന്റെ ക്യാരക്ടറിന്റെ നെയിം. അതെ, ലൂസി, അതെ, നണ്ണൊക്കെ ഉള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ആൻഡ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. എല്ലാം കൂടി നമുക്ക് പറഞ്ഞ ടൈം നല്ലോണം പോകും, അതാണ് ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ ഓടിച്ചു വിടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ മിസ്സിംഗ് ആണ്. ഇത് പറഞ്ഞ മാച്ച് ദ ഫോളോയിങ് ആണ്. ജോൺ ഫിസ്ക് ഉണ്ട്, റേച്ചൽ ബോൾബി ഉണ്ട്, യെനങ് ഉണ്ട്, ക്യൂഡി ലീവിസ് ഉണ്ട്. ക്യൂഡി ലീവിസ് എന്ന് പറയുമ്പോ ആരാണ്? ഇതൊരു ഫീമെയിൽ ആണ് കേട്ടോ. ആരാണ് ലീവീസ് എന്ന് പറയുമ്പോ മനസ്സിലേക്ക് വരുന്നത്?
അതെ, ഇത് FR ലീവിസിന്റെ വൈഫാണ് കേട്ടോ, പാർട്ണർ ആയിരുന്നു QD ലീവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നീ പറഞ്ഞോളൂ, ഏതായിരുന്നു കറക്റ്റ്? നമുക്ക് ഇതറിയാം അല്ലെ, ജോൺ ഫിസ്കി നമ്മൾ കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെലിവിഷൻ കൾച്ചർ ഒക്കെ ഒരുപാട് അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുള്ള ആളായിരുന്നു അല്ലെ ജോൺ ഫിസ്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് A3 ആയിട്ട് മാച്ച് ചെയ്യാം. സോ ഏതായിരിക്കും അപ്പൊ ആൻസർ? നമുക്ക് ജോൺ ഫിസ്കി എന്ന് പറഞ്ഞാൽ ടെലിവിഷൻ കൾച്ചർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ PYQ ഡിസ്കഷനിലൊക്കെ. അപ്പൊ എന്തായാലും A3 എന്ന് പറഞ്ഞാൽ തന്നെ ഇതിൽ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പൊ എന്തായാലും ഈ ഒരു ആൻസർ നമുക്ക് ടിക്ക് ചെയ്ത് പോവാം. ഈ ഒരു ലെക്ക് ചിലപ്പോൾ എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല, അതുകൊണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ കൂടി നോക്കാം. ഓക്കെ. ടെലിവിഷൻ കൾച്ചർ എന്നുള്ള അത് പബ്ലിഷ് ചെയ്യുന്നത് 1987 കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഈ ജോൺ ഫിസ്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിവിഷനും പിന്നെ കൾച്ചറൽ സ്റ്റഡീസിനോടൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പയനീർ എന്ന് തന്നെ നമുക്ക് പറയാം, അതിന്റെയൊക്കെ ഒരാളായിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെലിവിഷൻ ഒരു പോളിസെമിക് മീഡിയ ആണ്. യു നോ വാട്ട് ഇസ് പോളിസെമിക് മീഡിയം? പോളി എന്ന് കേൾക്കുമ്പോ തന്നെ എന്താണ്, മൾട്ടിപ്പിൾ വ്യൂസ് ഉണ്ടാക്കുന്ന ഒരു മീഡിയ ആണ് അല്ലെ. ഇപ്പോ നമ്മളൊരു കാര്യം കാണുകയാണെങ്കിലും എനിക്ക് തോന്നുന്ന വേറെ ആയിരിക്കും, അത് കാണുന്ന വേറെ ആൾക്ക് തോന്നുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെ. പലരും പല രീതിയിലേക്കും അത് ഇന്റർപ്രറ്റ് ചെയ്യാം. അതായിരുന്നു ജോൺ ഫിസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ടെലിവിഷൻ എന്നുള്ളത് ഒരു പോളിസെമിക് ആയിട്ടുള്ള മീഡിയ ആണ്, ഒരു പാസീവ് കൺസ്യൂമർ അല്ല ശരിക്കും അതിനുണ്ടായിട്ടുള്ളത് എന്നാണ് ജോൺ ഫിസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെ. പിന്നെ റേച്ചൽ ബോൾബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരിക്കും അപ്പോ? ജസ്റ്റ് ലുക്കിംഗ് കൺസ്യൂമർ കൾച്ചർ ഇൻ ഡ്രീസിയർ, ഗിസിംഗ് ആൻഡ് സോള. ഈ ഒരു ഡ്രീസിയർ, ഗിസിംഗ് ആൻഡ് സോള നിങ്ങൾക്ക് ഫെമിലിയർ ആണോ? ഈ ഒരു നെയിംസ് ഇതൊക്കെ ആരായിരുന്നു? എമിൽ സോള എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എനിബഡി നോ? ഇതാരായിരുന്നു? അതെ, ഞാൻ ഫുൾ നെയിം പറഞ്ഞപ്പോ കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. ഒരു ഫ്രഞ്ച് അല്ലെ, ഫ്രഞ്ച് ആയിരുന്നു എമിൽ സോള, ഫ്രഞ്ച് റൈറ്റർ ആയിരുന്നു. ജോർജ് ഗിസിങ് ഇംഗ്ലീഷ് റൈറ്റർ, ആൻഡ് തിയോഡോ ഡ്രീസിയർ അമേരിക്കൻ നാച്ചുറലിസത്തിന്റെ ഒക്കെ ആളുകളായിരുന്നു. ഓക്കെ. നിങ്ങൾക്കൊരു അമേരിക്കൻ ട്രാജഡി ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്, അതെ, അമേരിക്കൻ ട്രാജഡി ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് ഡ്രീസിയർ ആണ്. ആൻഡ് എമിൽ സോള ആയിരുന്നു നാന. നാന എന്നുള്ള വർക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത് എമിൽ സോളയാണ്. പിന്നെ ജോർജ് ഗിസിങ്ങിന്റെ വർക്കാണ് ദ വേൾഡ് ഓഡ് വുമൺ ഒക്കെ. അത്ര ഡീപ്പായിട്ട് പോകണം, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഈ ഒരു പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരണം, ഇത് ആ സോള ആണല്ലോ, ആ എമിൽ സോള ആണല്ലോ മനസ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ മാക്സിമം ഒരു PYQ തന്നെ കണക്ട് ചെയ്തിട്ട് പഠിച്ചിട്ട് പോവുക, അപ്പൊ ഒന്നുകൂടെ ഈസി ആയിട്ട് തോന്നും. ഓക്കെ. അപ്പൊ ഈ ഒരു വർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മൂന്ന് പേരില്ലേ, ഈ ഒരു ഓത്തേഴ്സിന്റെ ലെൻസിലൂടെ നോക്കി കാണുകയാണ് കേട്ടോ. ഈ ഒരു റേച്ചൽ ബോൾബി ഒരു വർക്ക് എഴുതിയപ്പോ അവരെങ്ങനെയായിരിക്കും ഇപ്പത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ കൾച്ചറിനെ കുറിച്ചൊക്കെ കാണാം ഉള്ള ആ ഒരു രീതിയിലുള്ള ഒരു വർക്ക് ആയിരുന്നു ഇത്. പിന്നെ ഇത് ആരാ ഉള്ളത്? യെൻ യെൻ ആങ് ആണ് പിന്നെ ഉള്ളത്. ഏതായിരിക്കും അപ്പൊ യെൻ ആങ്ങിന്റെ വർക്ക് ഏതാ? ഡെല്ലാസ് അല്ലെ. യെന്നാങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡെല്ലാസ് എന്നുള്ള വേർഡ് മനസ്സിലേക്ക് വരണം. വാച്ചിങ് ഡെല്ലാസ് ആണ് കേട്ടോ എഴുതിയിട്ടുണ്ടായിരുന്നത്. 1985 വർക്കാണ്. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു നെയിം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ഓർമ്മ ഉണ്ടോ? അതെ, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോ യെന്നാങ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു വാച്ചിങ് ഡെല്ലാസ് ആണ് അദ്ദേഹത്തിന്റെ മേജർ വർക്ക്. ആൻഡ് ഹി വാസ് എൻ എത്നോഗ്രാഫിക് മീഡിയ റിസർച്ചർ എന്നൊക്കെ പറയാം അല്ലെ. ആൻഡ് എങ്ങനെയായിരിക്കും ഫ്രഞ്ച് ആയിട്ടുള്ള യെന്നങ്ങിന്റെ ഫാൻസ് ഒരു അമേരിക്കൻ പ്രൈം സോപ്പ് ഓപ്പറ ഡെല്ലാസിൽ ഇങ്ങനെ ലെറ്റേഴ്സ് ഒക്കെ എഴുതിക്കാണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഓഡിയൻസിന്. അപ്പൊ അത് എങ്ങനെയായിരിക്കും അവർ നോക്കി കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് യെന്നങ് വാസ് ചെയ്ത, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പൊ പറഞ്ഞുതരാം. പേര് കേൾക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലേക്ക് ഏതായിരിക്കും വരുന്നത്? ഇത് ഏഷ്യൻ ആണല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ എക്സാക്ട് പറഞ്ഞുതരാം. ആൻഡ് പറഞ്ഞുതരാം കേട്ടോ. അടുത്തത് QD ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം, FR ലൂയിസിന്റെ
എന്നെ വാസ് എ ഡച്ച് ഓസ്ട്രേലിയൻ കേട്ടോ, പക്ഷെ ഇന്തോനേഷ്യ ഓഫ് ചൈനീസ് ഡിസെന്റ് ആണ്. അതെ, പക്ഷെ ഒറിജിനൽ ആയിട്ട് ഈ ഒരു നെയിം കേൾക്കുമ്പോൾ തന്നെ ഒരു ഏഷ്യൻ നെയിം ആണല്ലോ നമുക്ക് അറിയാം. എന്നെ അങ്ങനെ കേട്ടാൽ ഒരു ഏഷ്യൻ നെയിം ആണ്. ഷി വാസ് ഇന്തോനേഷ്യൻ ബൈ റൂട്ട്, പിന്നെ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. വെരി ഗുഡ് ഡൗട്ട് കേട്ടോ. നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സോൾവ് ചെയ്തിട്ട് പോവാം. ഓക്കെ, പിന്നെ ക്യൂഡി ലീവിസ് ആണ്. ആൻഡ് ഷി വാസ് എ, മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ പറയുന്നത്, വൈഫ് ഓഫ് എഫ് ആർ ലീവിസ്. ഹു വാസ് എഫ് ആർ ലീവിസ്? ആരായിരുന്നു എഫ് ആർ ലീവിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്രാക്ടിക്കൽ ക്രിറ്റിസിസത്തിന്റെ ഒരു പയനീർ ആയിരുന്നു അല്ലെ എഫ് ആർ ലീവിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായത്. ഗ്രേറ്റ് ട്രഡീഷൻ, യെസ്. ഓക്കെ, ആൻഡ് ഫുൾ നെയിം വാസ് ക്വീനി ഡൊറോത്തി ലീവിസ്. അതാണ് ക്യൂഡി ലീവിസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആൻഡ് ഷീ റോട്ട് അബൌട്ട്, ഇതിൽ ഈ ഫിക്ഷൻ ആൻഡ് റീഡിംഗ് പബ്ലിക് എന്നുള്ള ഈ ഒരു വർക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് നമ്മുടെ മാസ് പ്രൊഡ്യൂസ്ഡ് ഫിക്ഷനും കൊമേഴ്ഷ്യൽ പബ്ലിഷിംഗ് ഒക്കെ സൊസൈറ്റിനെ എങ്ങനെയാണ് ആ ഒരു റീഡിംഗ് ഹാബിറ്റിനെയൊക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള അതിനെ കുറിച്ചൊക്കെയായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഓക്കെ അല്ലേ? ഇപ്പൊ ജോൺ ഫിസ്കെ വരുന്നത് ടെലിവിഷൻ കൾച്ചറിൽ. ഹി വാസ് മെയിൻലി കൺസേൺഡ് അബൌട്ട് ടെലിവിഷൻ കൾച്ചേഴ്സ്. ഒരു പോളിസെമിക് ആണ് ടെലിവിഷൻ കൾച്ചർ എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. റേച്ചൽ ബോൾബിയുടെ വർക്ക് ആയിരുന്നു ഏത്, ഏതായിരുന്നു? ജസ്റ്റ് ലുക്കിംഗ് കൺസ്യൂമർ കൾച്ചർ ഇൻ റീസിയ ഗിസിങ് ആൻഡ് സോള. ഇവരെ POV പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ആയിരുന്നു നോക്കി ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ യെന്നങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാച്ചിങ് ഡെല്ലാസ്. നിങ്ങൾക്ക് സോപ്പ് ഓപ്പറ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? സോപ്പ് ഓപ്പറ എന്നൊക്കെ, അതിനെന്താണ് സോപ്പ് ഓപ്പറ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സോപ്പ് ഓപ്പറ ഡെല്ലാസ് എന്നാണ് ശരിക്കും പറയാ. വാട്ട് ഈസ് സോപ്പ്? എന്താണ് അവിടെ ഒരു സോപ്പ് തന്നെ? ഡു യു ഹാവ് എൻ ഐഡിയ? അതെ, സോപ്പ് അഡ്വർടൈസ്മെന്റ് അല്ല. ഇപ്പൊ സോപ്പ് അന്ന് ഈ ഒരു ഓപ്പറ ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോപ്പ് മാനുഫാക്ചറിങ് കമ്പനീസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സോപ്പ് എന്നുള്ള ആ ഒരു ടേം വരാൻ കാരണം അതാണ്. അപ്പൊ ഇങ്ങനത്തെ ഡൗട്ട്, അതെ, സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്ന അവരായിരുന്നു. അപ്പൊ ഇങ്ങനെ സോപ്പ് ഓപ്പറ എന്ന് കേൾക്കുമ്പോൾ തന്നെ ക്യൂരിയോസിറ്റി വേണം, എന്തുകൊണ്ടായിരിക്കും ഒരു സോപ്പ് വന്നത്. അപ്പൊ നമുക്ക് ആ ഒരു നോളജ് കൂടി കിട്ടും. അതിന്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയും നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ പഠിച്ചിട്ട് പോവാം. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? അതെ, എപ്പിസോഡിക് ഇൻ നേച്ചർ അത് കൂടുതൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ആയിരുന്നു കൂടുതൽ കേട്ടോ. അതില് കൂടുതലും ഈ ഒരു യങ്സ്റ്റേഴ്സിനൊക്കെ, അതെ, അവരെ പ്രശ്നങ്ങളും അതിനെ കുറിച്ചൊക്കെ ആയിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവല്ലേ? ഓക്കെ, എനി ഡൗട്ട് സോ ഫാർ? അതോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം? ഈ കൾച്ചറൽ സ്റ്റഡീസ് നല്ല ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ കുറെ PYQ സോൾവ് ചെയ്തിട്ടുണ്ടാവും. ഹൈ കൾച്ചറൽ ക്രിറ്റിസിസത്തിന്റെ ആളുകളായിരുന്നു ലീവീസ്, മാത്യു ആർണോൾഡ് ഒക്കെ. പക്ഷെ ബർമിംഗം സ്കൂൾ കൾച്ചറൽ സ്റ്റഡീസിന്റെ ആളുകളായിരുന്നു ജോൺ ഫിസ്കെ, റൈമൺ വില്യംസ് ഒക്കെ. അപ്പോ അതെങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ഡിഫറൻസ്, അതൊക്കെ നോക്കാട്ടോ. ഇപ്പൊ ഹൈ കൾച്ചറിലെ ആളുകൾ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കൾച്ചറിന് സസ്പീഷ്യന്റെ ഒരു കണ്ണിലൂടെ ആയിരുന്നു കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബർമിംഗം സ്കൂളിലും കൾച്ചറൽ സ്റ്റഡീസ് ആ സ്കൂൾസിലെ ആളുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഓഡിയൻസ് ഇത് ഡീകോഡ് ചെയ്തെടുക്കുന്നത്, ആ ഒരു രീതിയിലൂടെ ആയിരുന്നു നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്വിഷ് എപ്പോഴും മനസ്സിൽ വേണം, അല്ലെങ്കിൽ നല്ലോണം കൺഫ്യൂസ്ഡ് ആയി പോകും. അതുകൊണ്ട് ഹൈ കൾച്ചറും ഈ ഒരു ബർമിംഗം സ്കൂൾ കൾച്ചറും അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ ഈ ഒരു സോപ്പ് ഓപ്പറ, ടെലിവിഷൻ വ്യൂവിങ്, ഫാൻ മെയിൽ എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ എങ്ങനെ ജോൺ ഫിസ്കിനെ ഒക്കെ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, according to Wheelwright, the Western has evolved through three stages: classic, transition, theme, and professional. Wright has identified in the professional Western the binary opposition which are reversed. ഇതെന്താന്ന് മനസ്സിലായോ? ആൻസർ എന്താണെന്ന് അറിയോ? എനിബഡി നോ? A ആണ് പറയുന്നുണ്ട് ആൻസർ. A ആണോ?
എല്ലാവരും ആൻസർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക മാക്സിമം. എ ആണോ ആൻസർ? ബിയും പറയുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അതെ, ബൈനറീസ് ആണ്, ഓപ്പോസിറ്റ് ബൈനറീസ് ആണ്. നമ്മൾ വിൽ റൈറ്റ് ഒരു എല്ലാ സ്റ്റോറിക്കും സാധാരണ നമ്മളെ വെസ്റ്റേൺ സ്റ്റോറിക്കൊക്കെ ഒരു ഹീറോ വരും. ഉം. പിന്നെ ആ ഹീറോ സൊസൈറ്റിന്റെ പുറത്തുള്ള ഒരാളായിരിക്കും. പിന്നെ അദ്ദേഹം ആ ഒരു സൊസൈറ്റിനെ ഹെൽപ്പ് ചെയ്യും, അങ്ങനെ തിരിച്ച് വീണ്ടും പോകും. അങ്ങനെയായിരുന്നു ടിപ്പിക്കൽ ആയിട്ടുള്ള പണ്ടൊക്കെ ഒരു ഹോളിവുഡ് മൂവീസ് ആണെങ്കിലൊക്കെ അതിൽ കൂടുതൽ അങ്ങനത്തെ സ്റ്റോറീസ് ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഒരു വിൽ റൈറ്റ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ അദ്ദേഹത്തിന്റെ, അതെ, ഒരു ക്ലീഷേ ട്രോപ്പ്. അദ്ദേഹത്തിന്റെ ഒരു അന്നൊക്കെ ഹീറോസ് പുറത്തായിരുന്നു, പുറത്തുനിന്ന് വരുന്ന ഹീറോസ് ആയിരുന്നു അന്നൊക്കെ. ഓക്കെ. പിന്നെ അതല്ലേ രക്ഷകൻ ട്രോപ്പ് എന്നൊക്കെ പറയും. പിന്നീടാണ് ഈ ഒരു വിൽ റൈറ്റിന്റെ ഈ ഒരു പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ ആയിരിക്കും ഇനി വരുന്ന സ്റ്റോറീസ്, ഹോളിവുഡൊക്കെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു തീം എങ്ങനെയെന്ന് വെച്ചാൽ ഹീറോ വരും, പക്ഷെ ഹീറോ സൊസൈറ്റി തന്നെ ഉള്ള ആളുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ആ ഒരു സൊസൈറ്റീനെ സെർവ് ചെയ്യുന്ന ഒരു പോലീസ് ആയിരിക്കാം ചിലപ്പോൾ അതിലെ ഹീറോ. അങ്ങനെ പിന്നെ ഹീറോ വരും. പിന്നെ ആ ഹീറോ നല്ലതാണോ മോശമാണോ എന്നൊരു നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ സൊസൈറ്റീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോവും. പിന്നെ വീക്ക് ആണോ സ്ട്രോങ് ആണോ, അതെ, അങ്ങനെയൊക്കെയുള്ള ഒരു ട്രോപ്പ് ആയിരുന്നു. പിന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രോപ്പ് അങ്ങനെ ആയിരിക്കും എന്നാണ് വിൽ റൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഇസ് ബി. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് ഇത് വരിക. ആദ്യം ഹീറോ വരും, പിന്നെ ഹീറോ ഈസ് ഹി ഗുഡ് ഓർ ബാഡ് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ബൈനറി ഓപ്പോസിറ്റ്. പിന്നെ ഔട്ട്സൈഡ് ആണോ ഇൻസൈഡ് ദ സൊസൈറ്റി ആണോ, പിന്നെ വീക്കോ സ്ട്രോങ്, പിന്നെ വൈൽഡേഴ്നെസ്, സിവിലൈസേഷൻ. ഇങ്ങനെയാണ് കേട്ടോ അത് വരിക. ഓക്കെ, മനസ്സിലായില്ലേ? ഇതാണ് അതിന്റെ കോഡ്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതൊരു കുറച്ചൊരു കൺഫ്യൂസിങ് ആയി, ബൈനറി ഓപ്പോസിറ്റ് എന്നൊക്കെ കാണുമ്പോൾ കുറച്ചും ഡൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഈ സിക്സ് ഗൺസ് ആൻഡ് സൊസൈറ്റി എന്നുള്ള വർക്കിലാണ്. അതെ, ബി ആണ് ആൻസർ ആയിട്ട്, ആൻസർ കീയില് ബി ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? യെസ്, റൈറ്റ് ആൻസർ ഇസ് ബി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഉം. നമ്മളെ മുൽക്ക് രാജ് ആനന്ദിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? കറക്റ്റ് ആണ് അബൌട്ട് മുൽക്ക് രാജ് ആനന്ദ്. ഒന്നുകൂടെ ബയോഗ്രഫിക്കൽ ആയിട്ട് വന്നു അല്ലെ. ആനന്ദ് ഹാഡ് ഹിസ് എഡ്യൂക്കേഷൻ at Lahore, London and Cambridge and took doctorate in philosophy. കറക്റ്റ് ആണോ? ഇത് കറക്റ്റ് ആണോ? എനിബഡി നോ? ഈ ഒരു ഫസ്റ്റ് ബി പറയുന്നുണ്ട്. ഇത് കറക്റ്റ് ആണ് അല്ലേ? ഓക്കെ, ഇത് കറക്റ്റ് ആണ്. അടുത്തത്, ഹി വാസ് അസോസിയേറ്റഡ് വിത്ത്, എല്ലാവരും ആൻസർ പറയണം കേട്ടോ. ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെന്റ്. ബി റോങ്. ഇതുവരെ കറക്റ്റ് ആയിരിക്കും, ഇതുവരെ കറക്റ്റ് ആണ്. പക്ഷെ അതിന്റെ ശേഷമുള്ളതാണല്ലേ തെറ്റായിട്ടുള്ളത്. ആഫ്റ്റർ ദ വാർ ഈ ഫൈനലി സെറ്റിൽ ഡൗൺ ഇൻ ലണ്ടൻ. അങ്ങനത്തെ ഒരാളായിരുന്നോ വിക്രാജ് ആനന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതിനോ? നോ ഇസിന്റ്. അപ്പൊ ഇതുവരെ കറക്റ്റ് ആണ്. ഹി വാസ് അസോസിയേറ്റഡ് വിത്ത് ദ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. അത് ട്രൂ ആണ്. പക്ഷേ ഹി ഡിഡ് നോട്ട് സെറ്റിൽ ഡൗൺ ഇൻ ലണ്ടൻ. അപ്പൊ നമുക്ക് ബി ഉള്ള ഓപ്ഷൻ ഒക്കെ എലിമിനേറ്റ് ചെയ്യേണ്ടി വരും. ഇസിന്റ്. ഓക്കെ. ഇനി അടുത്തത് ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ, ഇൻ കൂലി ദ ഈവിൽ അപ്പിയേഴ്സ് എസ് ഗ്രീഡ്, സെൽഫിഷ്നെസ് ആൻഡ് ഇൻഹ്യൂമാനിറ്റി ഇൻ ദ 100 ഡിഫറെന്റ് ഫോംസ്. അത് ട്രൂ അല്ലേ? നമ്മൾ കൂലിന്റെ ആ ഒരു തീം തന്നെ അതല്ലായിരുന്നോ? എങ്ങനെയാണ് സിസ്റ്റമിക് ക്യാപിറ്റലിസം, ഒരു ഇൻഡസ്ട്രിയലിസം ഒക്കെ, ഹ്യൂമൻ ക്രുവാലിറ്റി ഒക്കെ എങ്ങനെയാണ് അവർ പ്രോട്ടഗണിസ്റ്റിനെ എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നുള്ള സ്റ്റോറി ആയിരുന്നു അത്. ഇസിൻ
ഈ കൂലിയുടെ ഇയർ ഏതായിരുന്നു? ഇൻ വിച്ച് ഇയർ വാസ് കൂലി പബ്ലിഷ്ഡ്? പറയാൻ പറ്റുമോ? നമുക്ക് ശരിക്കും ഇപ്പൊ തന്നെ ആൻസർ കിട്ടി, കാരണം ബി നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അതെ, 1936 1936 ആയിരുന്നു കേട്ടോ കൂലി പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കൂലി അൺടച്ചബിൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ ഡേറ്റ് എപ്പോഴും ക്രോണോളജിയിൽ വരുന്നതാണ്. പിന്നെ അടുത്ത ഡി നോക്കുകയാണെങ്കിൽ, ദ ബാബേഴ്സ് ട്രേഡ് യൂണിയൻ ആനന്ദ് ഇമ്മോർട്ടലൈസസ് മുനോ ദ ബാബർ ആസ് ഹി ഹാസ് ഇമ്മോർട്ടലൈസ്ഡ് ബഗ. അത് തെറ്റല്ലേ? തെറ്റായിട്ട് തോന്നുന്നില്ലേ? അതൊരു എൻറ്റയർലി ഫാക്ച്വൽ എറർ ആണല്ലേ. മുനു എന്നുള്ളത് കൂലിയിലെ പ്രോട്ടഗണിസ്റ്റ് ആണ്, isn't? ആൻഡ് ബാർബേഴ്സ് ട്രേഡ് യൂണിയൻ എന്നുള്ള അതിലെ പ്രോട്ടഗണിസ്റ്റ് ആയിട്ടുള്ളത് ആരായിരുന്നു അപ്പോ? അതാരായിരുന്നു? ഇനി ബാർബേഴ്സ് ട്രേഡ് യൂണിയൻ അതിലെ പ്രോട്ടഗണിസ്റ്റിന്റെ പേര് അറിയോ? ഉം ചന്തു എന്നായിരുന്നു കേട്ടോ അതിലെ പ്രൊട്ടഗണിസ്റ്റിന്റെ പേര്. ഹി വാസ് എ യങ് ബാർബർ ബോയ്. ഓക്കെ, ഒരു അപ്പർ കാസ്റ്റ് ഓപ്പറേഷനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുകയാണ് ഈ ചന്തു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരാള്, ഈ ബാർബേഴ്സ് ട്രേഡ് യൂണിയൻ എന്നുള്ള ആ ഒരു സ്റ്റോറിയിൽ. അപ്പോൾ ആ ഒരു പ്രൊട്ടഗണിസ്റ്റിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അത് തെറ്റാണ്. കാരണം മുനോ, അല്ലെങ്കിൽ മുനോ ഏത് വർക്കിലാണ് നമുക്കറിയാം, കൂലിയിലാണ് മുനോ ഉള്ളത്. അപ്പൊ തന്നെ നമുക്കിത് എലിമിനേറ്റ് ചെയ്യാം അല്ലെ. ഇതെന്തായാലും ഈ ഒരു വർക്കിൽ മുനോ ഇല്ല, ഇവന്റ്. അപ്പൊ നമ്മൾ അങ്ങനെ അത് എലിമിനേറ്റ് ചെയ്തു. ആൻഡ് അടുത്തത്, ആനന്ദ് ഏർലി നോവൽ കം ഫ്രഷ് ഫ്രം കോണ്ടാക്ട് വിത്ത് ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഓഫ് എവറി ഡേ എക്സിസ്റ്റൻസ്. ട്രൂ അല്ലേ? അപ്പൊ ഇത് എൻറ്റയർലി ട്രൂ ആണ്. നമുക്കറിയാം ഈ ഒരു സോഷ്യൽ റിയലിസം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുള്ള ആളായിരുന്നു മുൽക്കരാജ് ആനന്ദ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അൺടച്ചബിൾ കാണുകയാണെങ്കിലും കൂലി കാണുകയാണെങ്കിലും ഒക്കെ ഒരു റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം. ആൻഡ് ആ ഒരു സോ ദിസ് ഓപ്ഷൻ ഇസ് എൻറ്റയർലി ട്രൂ. സോ ഏതായിരിക്കും അപ്പൊ ആൻസർ? എ ട്രൂ ആണ്, സി ട്രൂ ആണ്, ആൻഡ് ഇ ട്രൂ ആണ്. അപ്പോ ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? അൺടച്ചബിളിന്റെ പബ്ലിഷിംഗ് ഇയർ ഏതായിരുന്നു? കൂലി നമുക്കറിയാം 1936. അപ്പോൾ അൺടച്ചബിളോ ഏതായിരുന്നു ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ, 1935 ആയിരുന്നു കേട്ടോ അൺടച്ചബിൾ. ഇനി ഒരു ക്രോണോളജി കാണുകയാണെങ്കിൽ അൺടച്ചബിൾ കഴിഞ്ഞിട്ടാണ് കൂലി വരുന്നത് എന്ന് എപ്പോഴും ഓർത്ത് വെക്കാം. ഓക്കെ, പിന്നെ ഇവര് പ്രോട്ടഗണിസ്റ്റ്, ഈ മുൽക്കരാജ് ആനന്ദിന്റെ എല്ലാ പ്രോട്ടഗണിസ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ആ എന്താണ്, കൂലിയിലെ മുനു ആണെങ്കിലും ബഘ ആണെങ്കിലും ഈ ഒരു ചന്തു ആണെങ്കിലും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ബാബേഴ്സ് ട്രേഡ് യൂണിയനിൽ ചന്തു ആയിരുന്നു. മുനു, കൂലി, അൺടച്ചബിൾ അതൊക്കെ ഓർത്ത് വെക്കാം കേട്ടോ. ബഘ അൺടച്ചബിൾ, മുനു ഫ്രം കൂലി ഒക്കെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, പിന്നെ അദ്ദേഹത്തിന്റെ ഒരു മെയിൻ ആയിരുന്നു കേട്ടോ ഈ പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്. Okay, he was a part of it. He was the foundational figure of progressive writers movement. Okay, along with സജ്ജാദ് ജഹീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു. പിന്നീട് അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ലണ്ടനിലായിരുന്നു, 1935 ആദ്യം ലണ്ടനിലായിരുന്നു ഈ ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അസോസിയേഷൻ. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതുവരെ ഓക്കെ അല്ലേ? എനി ഡൗട്ട് സോ ഫാർ? ഇല്ലല്ലോ. യെസ്, വെരി ഗുഡ്. അടുത്തത് ഇതിപ്പോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അത്? ഇതിന്റെ ഒരു പ്രശ്നം, നമ്മൾ ഈ കോംപ്രിഹെൻഷന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഈ ഒരു റീഡിങ്ങിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഇത് ഈസി ആണെന്ന് വെച്ചിട്ട് ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പോകും. എനിക്കുണ്ടായിരുന്ന ഹാബിറ്റ്, ഇപ്പോ ആപ്പിലാണെങ്കിലും ഒക്കെ ഈ ഒരു കോംപ്രിഹെൻഷൻ പാർട്ട് വരുമ്പോ മോസ്റ്റ് പീപ്പിൾ ഈസിയാന്ന് വെച്ചിട്ട് ഞാനൊക്കെ എൻറ്റയർലി അത് ഇഗ്നോർ ചെയ്ത് പോവാറുണ്ടായിരുന്നു. പിന്നീടാണ് മനസ്സിലാക്കുക നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ആ ഒരു മാർക്ക് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടുന്നായിരിക്കും. ഈസിന്റ് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും നമുക്ക്. ഇപ്പൊ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ഒരു പാർട്ടാണ് ഈ റീഡിങ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇത് ഈസി ആണല്ലോ, ഇത് എനിക്ക് പറ്റും എന്ന് വിചാരിച്ചിട്ട് ഇത് ഇഗ്നോർ ചെയ്തിട്ട് പോവരുത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ ഇതിൽ ഒരു ഫോം കൊടുക്കും, ഇത് ഏത്
വർക്ക് ആണ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും ഇഗ്നോർ ചെയ്യരുത്. ഇത് വായിച്ചു നോക്കാം. ഇത് വായിച്ചു നോക്കാം. കിട്ടുന്നുണ്ടോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ? വൈ ഡിഡ് ദ ലേഡി റിജക്ട് ഓൾ ദി പ്രപ്പോസൽസ്? ഞാൻ വായിക്കുന്നില്ല, ഇനിയിപ്പോ അത്രയും ടൈം പോകുന്ന വെച്ചിട്ടാണ് ഞാൻ ഫുള്ളി വായിക്കുന്നില്ല. ക്യാൻ യു ആൻസർ ദിസ്? എന്തുകൊണ്ടാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ലേഡി എല്ലാ പ്രപ്പോസൽസും റിജക്ട് ചെയ്തത്? ബിക്കോസ് ഷീ ലവ്ഡ് സംവൺ എൽസ്, ബിക്കോസ് ഷീ സ്കോൺ ദം ഓൾ, ബിക്കോസ് ഷീ വാസ് ഇന്നസെന്റ്, ബിക്കോസ് ഷീ വാസ് പ്രൗഡ് ആൻഡ് അറഗന്റ്. ഏതായിരിക്കും? ഗോ സീക്ക് സം മദർ വേർ ഇംപോർച്യൂൺ മേ നോ മോർ. ഈ ഒരു ലൈന് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതിന്റെ ആൻസർ വാസ് ഏതായിരിക്കും? ഡി ആണ് കേട്ടോ ഇതിന്റെ ഓപ്ഷന്. ബി അല്ല. ഈ ഒരു ഇതിൽ പറഞ്ഞത് ശരിക്കും എലിസബത്ത് ഫസ്റ്റ് എഴുതിയിട്ടുള്ള പോമാണ്. ആ ഒരു പോത്തില് തനിക്ക് വരുന്ന എല്ലാ പ്രപ്പോസൽസും റിജക്ട് ചെയ്യാണ്. ആ ഒരു പ്രൗഡ് ആൻഡ് അറഗന്റ് ആയിട്ട് ഈ ഒരു ഈ നരേറ്റർ എന്ന് പറഞ്ഞാല് ഫുള്ള് റിജക്ട് ചെയ്യാണ്. എന്നിട്ട് പിന്നീട് വീനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീനസിന്റെ സണ്ണായ ക്യുപ്പിഡ് വരികയാണ്. അങ്ങനെ ഈ ഒരു ക്യുപ്പിഡ് വന്നിട്ട് തന്റെ അഹങ്കാരമൊക്കെ ഇല്ലാണ്ടാക്കുന്ന ഒരു പോവാണിത്. പിന്നെ ആ ഒരു ക്യുപ്പിഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതും, ഇതുവരെ റിജക്ഷൻ കിട്ടാത്ത ഒരു ആള് പിന്നീട് റിജക്ഷൻ കിട്ടിയതിന്റെ വിഷമം ഒക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വെൻ ഐ വാസ് ഫെയർ ആൻഡ് യങ് എന്നുള്ള പോം റിട്ടൺ ബൈ ക്വീൻ എലിസബത്ത് ഫസ്റ്റ് ആണ് കേട്ടോ. ആ ഒരു പോമാണിത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോ എന്തുകൊണ്ടാണ് ഈ ലേഡി അല്ലാതെ റിജക്ട് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ പ്രപ്പോസൽസ് ബിക്കോസ് ഷീ വാസ് പ്രൗഡ് ആൻഡ് അറഗന്റ്. അങ്ങനത്തെ ഒരു പോം തന്നെ ആണിത്. പ്രൗഡ് ആൻഡ് അറഗന്റ് ആയിട്ടുള്ള ഒരാളെ പറ്റിയുള്ള നരേറ്റർ തന്നെ പ്രൗഡ് ആൻഡ് അറഗന്റ് ആണ്. സോ പിന്നീട് ക്യുപ്പിഡ് വന്നിട്ട് ആ ഒരു അറഗൻസ് ഒക്കെ മാറ്റിയെടുക്കുകയാണ്. അതാണ് ഈ പോത്തിന്റെ തീം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ബിക്കോസ് ഷീ വാസ് പ്രൗഡ് ആൻഡ് അറഗന്റ്. ഇപ്പൊ തീം കിട്ടിയ സ്ഥിതിക്ക് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഏതായിരിക്കും ഇപ്പൊ ഇതിന്റെ ആൻസർ? വാട്ട് ഇസ് ദ ലൈൻ? വെൻ ഐ വാസ് ഫെയർ ആൻഡ് യങ് ദെൻ ഫേവർ ഗ്രേസ്ഡ് മീ അപ്പിയർ ടു കൊണ്ണോട്ട്. കൊണ്ണോട്ട് ആണ് കേട്ടോ. കൊണ്ണോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനത്തെ വേർഡൊക്കെ നോക്കി വെക്കുക. കൊണോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു ലൈൻ എന്താണ് കൊണോട്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വാട്ട് വാസ് കൊണോട്ട്? അതിന്റെ ലിറ്ററൽ മീനിങ് എന്താണ് കൊണോട്ടിന്റെ? കൊണോട്ട് ആൻഡ് ഡിനോട്ട് എന്നൊക്കെ നമ്മൾ പറയും. എന്തായിരുന്നു കൊണോട്ട് എന്ന് പറഞ്ഞാല്? അതെ. ഇപ്പോ ആൾറെഡി ഉള്ള അതിന്റെ ലിറ്ററൽ മീനിങ് അല്ലാതെ അതിന്റെ ഉള്ളിലുള്ള മീനിങ്, അത് എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള മീനിങ്ങിനാണ് നമ്മൾ കൊണോട്ട് എന്ന് പറയാം. അപ്പൊ വെൻ ഐ വാസ് ഫെയർ ആൻഡ് യങ് ദെൻ ഫേവർ ഗ്രേസ്ഡ് മീ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ലിറ്ററൽ മീനിങ് അല്ല അവർ ചോദിക്കുന്നത്. എന്താണ് കവി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ക്യാൻ യു ആൻസർ ദിസ്? എന്താണ് ഇതിന്റെ ആൻസർ അപ്പോ? അതെ, ഷീ ഹാഡ് മെനി ലവ് പ്രപ്പോസൽസ്. ഓക്കെ. ഈ ഒരു ഫേവർ ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാല് ഷീ വാസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് യങ്. ഓക്കെ. അപ്പൊ നമ്മള് മനസ്സിലേക്ക് ആദ്യം വരല് ചിലപ്പോ എന്താണ് ഫേവർ ഗ്രേസ്ഡ് മീ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ദ ലേഡി ഹാസ് ഗുഡ് ഫോർച്യൂൺ ആൻഡ് വെൽത്ത്. ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു കൺഫ്യൂഷൻ ഒക്കെ വരും. പക്ഷെ ഇതിന്റെ കൊണോട്ട് എന്നുള്ള ഒരു മീനിങ് വരുമ്പോ എന്തായാലും ഷീ ഹാഡ് മെനി ലവ് പ്രപ്പോസൽ. അന്നൊക്കെ ഒരു ഫേവർ ഗ്രേസ് എന്നൊക്കെ പറഞ്ഞാല് ഒരു വുമന്റെ ആ ഒരു കാലത്തൊക്കെ കേട്ടോ, എലിസബത്തൻ പീരിയഡിൽ എന്നൊക്കെ പറഞ്ഞാല് ടു പ്ലീസ് എ മാൻ കുറെ പ്രപ്പോസൽസ് വരുന്നുണ്ട് പറഞ്ഞാൽ ഷി വാസ് ലക്കി. അങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഫേവർ ഗ്രേസ് ടു ബി പറഞ്ഞാൽ ഐ വാസ് ലക്കി ഇനഫ് ടു ഗെറ്റ്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അതിന്റെ ഒരു മീനിങ്. സോ ദി ആൻസർ ഷീ ഹാഡ് മെനി ലവ് പ്രപ്പോസൽസ്. ഓക്കെ. ഇപ്പൊ നമ്മൾ ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ അതിന്റെ ആ ഒരു ടൈം ലൈനും കൂടി പഠിക്കുമ്പോൾ എന്താണ് ഈ ഒരു കൊണോട്ടിന്റെ മീനിങ്, അന്നത്തെ കാലത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഇങ്ങനത്തെ പോയത്തിന്റെ ലൈൻസ് ഒക്കെ കിട്ടും കേട്ടോ. സോ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് കൂടെ നോക്കാം. ഇനി അടുത്തത് അതേപോലെ എലിസബത്തൻ കോഡ് പോയട്രിയിലൊക്കെ കൂടുതൽ മിസ്ട്രസ്, ഫേവർ, കോയി അങ്ങനത്തെ വേർഡ്സ് ഒക്കെ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള. ഓക്കെ. അടുത്തത് ഇൻ ദ പോം വൈ വാസ് ദ ലാസ്റ്റ് ലവ് പ്രൗഡ് ആൻഡ് വിക്ടോറിയസ്? ഞാൻ പറഞ്ഞു ക്യുപ്പിഡ് വരുന്നുണ്ട്. ഹി വാസ് പ്രൗഡ് ആൻഡ് വിക്ടോറിയസ്. എന്തായിരുന്നു? അതെ. എന്തുകൊണ്ടായിരിക്കും?
ആ ഒരു ലേഡിന്റെ അറഗൻസിന് നിന്ന് കൊടുത്തിട്ടില്ലായിരുന്നു ക്യൂപ്പിഡ്. അതുകൊണ്ട് ഹി വാസ് പ്രൗഡ് ആൻഡ് വിക്ടോറിയസ്. ഈസി അല്ലേ? ഒരു സ്റ്റോറിന്റെ സമ്മറി, ഒരു തീം കിട്ടിയാൽ തന്നെ ഇതൊക്കെ ആൻസർ ചെയ്യാം. അടുത്തത്, വാട്ട് ഡിഡ് ദ ലേഡി റിപ്പൻറ്റ് ഫോർ? എന്തുകൊണ്ടാണ് റിപ്പൻറ്റ് ചെയ്യേണ്ടി വന്നത് ആ ലേഡിക്ക്? ഫോർ ഹർ റൂഡ്നെസ് ആൻഡ് ഫോൾസ് പ്രൈഡ് ആണോ? ഫോർ ബ്രേക്കിംഗ് ദ ഹാർട്ട് ഓഫ് മെനി ലവേഴ്സ് ആണോ? എന്തായിരുന്നു? ക്യാൻ യു ആൻസർ? ലാസ്റ്റ് ഈ ലേഡി ഇങ്ങനെ റിപ്പൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു, forgive me എന്നുള്ള ഒരു രീതിക്ക് എത്തുന്നുണ്ട്. അതെ, ഫോർ ഹർ റൂഡ്നെസ് ആൻഡ് ഫോൾസ് പ്രൈഡ്. ഇത്രയും പ്രപ്പോസൽസ് ഒക്കെ ആവശ്യമില്ലാന്ന് റിജക്ട് ചെയ്തിട്ട് ലാസ്റ്റ് ക്വിപ്പിഡ് വന്നിട്ട് ഈ ഒരു ലേഡിനെ റിജക്ട് ചെയ്യാണ്. അപ്പൊ ഒരു അൺറിക്വറ്റഡ് ലവ് ആ ഒരു ഫീലിംഗ് വരികയാണ് ഈ ഒരു ലേഡിക്ക്. അപ്പൊ ആ ഒരു പെണ്ണ് മനസ്സിലാവാണ്, ഞാൻ അത്രയും റൂഡായിരുന്നു, എനിക്ക് ഇത്രയും ഫോൾസ് പ്രൈഡ് വേണ്ടിയില്ലായിരുന്നില്ല. അതാണ് അത്ര ഇത് ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അടുത്ത്. What is the line? Go, 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 seek some other word, importune me no more. എന്താണ് ഇതിന്റെ ഒരു മീനിങ്? എന്താണ്? ബി ആണോ? എല്ലാരും ആൻസർ ചെയ്യാട്ടോ. ഇത് കോംപ്രിഹെൻഷൻ ആണ്, ഇത് ഈസി ആണ് പറഞ്ഞിട്ട് നിൽക്കരുതേ. നമുക്ക് ചിലപ്പോ നമ്മളെ സേവ് ചെയ്യാൻ വരെ കോംപ്രിഹെൻഷൻ ആയിരിക്കും. ബി ആണോ ആൻസർ? അതെ, ഒരു അറഗൻസും സെൽഫ് പ്രൈഡും കൊണ്ടാണ് ഈ ഒരു ലൈൻ ആ ലേഡി പറയുന്നത് അല്ലേ? വേറെ എവിടെയെങ്കിലും പോയിക്കോ, എന്റെ അടുത്തേക്ക് വരണ്ട. ഗോ സീ സം അതർ എന്നായിരുന്നു അവർ അറഗൻസ് കൊണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈസി അല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ? ഇനി അടുത്ത കോംപ്രിഹെൻഷൻ. ഇത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട് കേട്ടോ. അത് ആരും മിസ്സാക്കരുത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ദർ ഇസ് നത്തിങ് മോർ ബിട്രേസ് എ ബേസ് അൺജനറസ് സ്പിരിറ്റ്. ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതിന്റെ ഒരു ബ്രീഫ് സമ്മറി ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഇത് ഏത് ടെക്സ്റ്റ് ആണെന്ന് അറിയാം? ഏത് ടൈമിലെ ടെക്സ്റ്റ് ആണെന്നോ? എനി ഐഡിയ? ഇത് ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? ഇത് അഡിസൺ എഴുതിയിട്ടുണ്ടായിരുന്ന വർക്ക് ടെക്സ്റ്റ് ആണ് കേട്ടോ. ഏതിലെന്നറിയോ? സ്പെക്ടേറ്ററിൽ. അന്നത്തെ കാലത്ത് ആ ഒരു കോഫി ഹൗസ് കൾച്ചറിന്റെ ആ ഒരു ടൈമില്, ഇപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കാം, അത്യാവശ്യം നല്ല റൈറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരാള് ആ ഒരു കണ്ടീഷനിൽ ഇപ്പൊ ഇംഗ്ലണ്ടിന്റെ നല്ല റൈറ്റ് ചെയ്യാൻ അറിയാം, നല്ലോണം നല്ല ടാലന്റ് ഉണ്ട്. പക്ഷെ ആ ഒരു ടാലന്റും ആ ഒരു ഇൽ നേച്ചറും, എന്ന് വെച്ചാൽ ആരെ എന്തും പറയാനുള്ള ആ ഒരു അങ്ങനത്തെ ഒരു മനസ്സും, ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഡെഡ്ലി അല്ലേ? വാട്ട് ഡു യു തിങ്ക്? നല്ല കഴിവുണ്ട്, എന്നാലോ അത്ര നല്ല മനസ്സുമല്ല. അത് നല്ല ഡെഡ്ലി ആയിട്ടുള്ള കോമ്പിനേഷൻ ആയിട്ട് തോന്നുന്നുണ്ടോ? വാട്ട് ഡു യു തിങ്ക്? അതെ, അങ്ങനത്തെ ഒരു കോമ്പിനേഷനെ കുറിച്ചിട്ടാണ് അന്ന് അഡിസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ആ ടൈമില് ഈ ഒരു കോഫി ഹൗസ് കൾച്ചർ ഒക്കെ നല്ലോണം ഉള്ള ടൈമില് ജേർണൽസും ന്യൂസ് പേപ്പറും മാഗസിൻസ് ഒക്കെ നല്ലോണം എല്ലാ പ്ലേസിലും എത്തുന്ന ടൈമാണ്. എല്ലാവർക്കും അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാവർക്കും വായിക്കാനൊക്കെ അറിയാം. അപ്പോ നല്ല ടാലന്റ് ആയിട്ടുള്ള ഒരാൾ തോന്നിയ പോലെ ഇത്, അന്ന് ലൈസൻസും കാര്യങ്ങളും ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ നല്ല നല്ല സൊസൈറ്റിയിൽ നല്ല പൊസിഷനിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ചൊക്കെ നന്നായിട്ട് മോശമായിട്ട് എഴുതിയിട്ട് അവരെ ഫാമിലീസിനൊക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ എഴുതുന്ന ആളുകളെ കുറിച്ചാണ് അന്ന് സ്പെക്ടേറ്ററിൽ അടിസ്ഥാന ഈ ഒരു ടെക്സ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ബ്രീഫ് സമ്മറി എന്ന് പറഞ്ഞാൽ. അത് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ആയിരുന്നു അഡിസൺ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഈ ഒരു സമ്മറി കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇൻ ദ പാസേജ് സീക്രട്ട് സ്റ്റാബ്സ് സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് സീക്രട്ട് സ്റ്റാബ്? പാസേജ് ഇല്ലെങ്കിലും എന്തായിരിക്കും സീക്രട്ട് സ്റ്റാബ് എന്ന് പറഞ്ഞാല്? ക്യാൻ യു ആൻസർ വിത്തൗട്ട് റീഡിംഗ് ദ പാസേജ് ഫുള്ളി? അതെ, ഈ ഒരു സീക്രട്ട് സ്റ്റാബ് എന്ന് കേൾക്കുമ്പോ തന്നെ അറിയാലേ, ട്രഷറി ആൻഡ് ബാക്ക് ബൈറ്റിംഗ് ആണ് നമ്മളെ മനസ്സിലേക്ക് വരിക. അതെ, ബാക്ക് ബൈറ്റിംഗ് ഇതാണ് കേട്ടോ. അതിന്റെ ആൻസർ എ തന്നെ ആണ്, ട്രഷറി ആൻഡ് ബാക്ക് ബൈറ്റിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇതൊക്കെ വായിച്ചിട്ട് പോവാട്ടോ, ഇത് ഞാൻ വല്ലാതെ ടൈം കളയുന്നില്ല. അടുത്തത്, അക്കോർഡിംഗ് ടു ദ ഓഥർ, വാട്ട് ഈസ് ദി വാട്ട് ഈസ് മെയ്ഡ് ദ സബ്ജക്ട് ഓഫ് റിഡിക്യൂൾ ആൻഡ് ബഫൂണറി? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല നല്ല പൊസിഷനിലുള്ള ആളുകളെ നല്ല പ്രൈസ് ചെയ്യാണ്ട ആളുകളായിരുന്നു നല്ല മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത് ഇവല് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ആൻസർ?
എ. അതെ, വെരി ഗുഡ് വാർത്ത. ഇതാണ് കേട്ടോ അതിന്റെ ആൻസർ. ഓപ്ഷൻ എ, വെർച്യൂ, മെറിറ്റ് ആൻഡ് വാട്ട് ഈസ് പ്രൈസ് വർത്തി. ശരിക്കും പ്രൈസ് കിട്ടേണ്ട സ്ഥാനത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മോശം കമന്റുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്നാണ് അഡിസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത്, വാട്ട് ഡസ് ദി വാട്ട് ഡസ് ട്രബിൾ ദി ഓതർ മോസ്റ്റ്. എന്തായിരുന്നു ഒരു ഓതറിന് അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാൾക്ക്, ഞാൻ ടെക്സ്റ്റ് ഫുള്ള് വായിച്ച ടൈം ഉണ്ടാവില്ല വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ഓക്കെ. സോ എന്തായിരിക്കും അപ്പൊ വരിക? അതെ, എ ടാലന്റ് ഓഫ് ഹ്യൂമർ ആൻഡ് റെഡിക്യൂൾ ഈസ് ഇൻ ദ പൊസിഷൻ ഓഫ് ഇൽ നേച്ചേർഡ് പേഴ്സൺ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ലൈനാണ് കേട്ടോ ഇത്. ഒരു ഹ്യൂമറും റെഡിക്യൂലും എല്ലാം ഒരു ഇൽ നേച്ചേർഡ് ആയിട്ടുള്ള ആളുകളെ മനസ്സിലേക്ക് എത്തുന്നത് ഒരു അത്ര നല്ല സൊസൈറ്റിയിൽ അത്ര നല്ല റിസൾട്ട് ആയിരിക്കില്ല ഉണ്ടാക്കുക എന്നാണ് അഡിസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തത്, വാട്ട് എക്സ്ക്യൂസ് ഡസ് ദ പോയിറ്റ് പ്രിഫർ ടു ഗീവ് ഫോർ ദ ഇൽ നേച്ചേർഡ് സറ്റയറിസ്റ്റ് ആൻഡ് ക്രിറ്റിക്സ്. എന്തായിരിക്കും? എല്ലാരും ആൻസർ പറയാട്ടോ. എന്തായിരിക്കും ഇതിന്റെ ആൻസർ? ദ ഓത്തേഴ്സ് എക്സ്ക്യൂസ് എന്തായിരുന്നു? ദാറ്റ് ദി വൂൺസ് ദേ ഗീവ് ആർ ഓൺലി ഇമാജിനറി. പക്ഷെ ഇതൊരു ഐറണിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ശരിക്കും ഇങ്ങനത്തെ ഒരാളെ കുറിച്ച് ഇത് പറഞ്ഞാൽ ഫിസിക്കലി ആ വൂണ്ട് നമുക്ക് ഒരിക്കലും കാണൂല അല്ലെ. നമ്മള് ടെങ്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഷാർപ്പ് ആയിട്ടുള്ള ഇൻവിസിബിൾ ആയിട്ടൊരു വൂണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് നമ്മൾ ടെങ്ക് എന്ന് പറഞ്ഞാല്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ലെങ്കിലും അത് ഫോറെവർ അത് ഉണങ്ങാതെ അവിടെ കിടക്കും എന്നാണ് അഡിസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു ഐറണിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ അത്. എക്സാക്ട്ലി എന്ന് വെച്ചാൽ അങ്ങനെ ഈ അഡിസൺ ആ ടൈമിൽ അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെ ചെയ്യുന്നവർക്കുള്ള ഒരു മറുപടി ആയിരുന്നു അഡിസന്റെ ആ ഒരു ടെക്സ്റ്റ്. ഓക്കെ, അവര് കൊടുക്കുന്ന വോണ്ട് ഫോറെവർ അവരെ ഹോണ്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് സോ ട്രൂ അല്ലേ. അന്നത്തെ കാലത്ത് തന്നെ അഡിസൺ ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത്, വാട്ട് ഡസ് അപ്പിയർ ടു ബി ദ ഡേഞ്ചർ ഓഫ് സറ്റയർ അക്കോർഡിംഗ് ടു ദി ഓത്തർ. ഏതായിരിക്കും സോഫാർ നിങ്ങളെ ഒരു നോളജ് വെച്ചിട്ട് അപ്പൊ ഏതായിരിക്കും? ഏതായിരിക്കും ആൻസർ? ഡി ആണോ? എ പറയുന്നുണ്ട്, ഡി ആണോ? ഡേഞ്ചർ ഓഫ് സറ്റയർ എന്നാണ് ക്വസ്റ്റ്യൻ. ഡേഞ്ചർ ഓഫ് സറ്റയർ, സറ്റയറിന്റെ ഡേഞ്ചർ, വിപത്ത് എന്താണ്? ഇതൊരു ആക്ഷൻ ആണ്. ആ ഡേഞ്ചർ കൊടുക്കുന്ന ആക്ഷൻ ആണിത്. അപ്പൊ ആ ഡേഞ്ചർ തന്നെ എന്തായിരിക്കും? ഏതായിരിക്കും അപ്പൊ വരാ? സമൂഹത്തിന്റെ ഒരു ഡേഞ്ചർ അപ്പൊ ഏതാണ്? ക്യാൻ യു ഇതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കോംപ്രഹെൻഷൻ ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഇതിന്റെ ആൻസർ ശരിക്ക് വിറ്റി ആൻഡ് ഇലിനേറ്റഡ് പേഴ്സൺ ആണ്. ഞാൻ പറഞ്ഞുതരാം. അതെ, കാരണം എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ സമൂഹത്തിലുള്ള ഒരു കാര്യമാണ് സെറ്റയർ എന്ന് പറഞ്ഞത്. നമ്മൾ സമൂഹത്തിൽ എല്ലാവരും സെറ്റയർ ഒക്കെ ചെയ്യും. സെറ്റയറിക്കലായുള്ള നോവൽസ് ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും. ആ ഒരു സറ്റയർ എന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിരിക്കണം. അൺഹെൽത്തി ഉള്ള സറ്റയർ ഭയങ്കര ഡേഞ്ചർ ആണ് അല്ലെ. ആ ഒരു സറ്റയറിന് തന്നെ ഡേഞ്ചർ ആയിട്ടുള്ള ആളുകളാണ് വിറ്റി ആൻഡ് ഇൽനേച്ചേർഡ് പേഴ്സൺ. ആ പേഴ്സന്റെ ആക്ഷൻ ആണ് ഗിവിംഗ് ഓഫ് സീക്രട്ട് സ്റ്റാഫ് ടു മാൻസ് റെപ്യൂട്ടേഷൻ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നുകൂടെ വായിച്ചു നോക്കുക. ബാഡ് ആൻഡ് ഇൻഹ്യൂമൻ പേഴ്സൺ സൊസൈറ്റി ആവില്ല. കാരണം ഇതിനെ കുറിച്ചിട്ടല്ല ആ ഒരു ടെക്സ്റ്റ് ഉള്ളത്. ആ ടെക്സ്റ്റ് ഉള്ളത് എൻറ്റയർലി ആൻഡ് ഇൽനേച്ചേർഡ് പേഴ്സണലായിട്ടാണ്. സെക്ടിയർ ഉണ്ടാക്കാൻ പറ്റുന്ന ആളുകളാണ്, പക്ഷെ ദേ ആർ ഇൽനേച്ചേർഡ്. അങ്ങനത്തെ ആളുകളെ കുറിച്ചിട്ടാണ് ഈ ആ ഒരു ടെക്സ്റ്റ് ഉള്ളത് തന്നെ. അപ്പൊ സി ആവാൻ ചാൻസ് ഇല്ല. ഇതൊരു ജനറൽ ആയിട്ടുള്ള ടേം അല്ലേ, അത് വരാം. പക്ഷെ ഇതിന്റെ ആൻസർ കീയിൽ കൊടുത്തിട്ടുള്ളത് ഡി ആണ് കേട്ടോ. ഓക്കെ, വിറ്റി ആൻഡ് ഇൽനേച്ചേർഡ് ദാറ്റ് മേക്സ് ദ പേഴ്സൺ. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ചെയ്താലോ? ഒന്ന് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ. കേൾക്കുന്നില്ലേ? അടിയാണ് ആൻസർ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സെറ്റയറിന്റെ ഹോൾ സെറ്റയർ എന്നുള്ള ആ ഒരു കാര്യം
ഡേഞ്ചർ ആണ് വിറ്റ് ഇൽനേച്ചോർഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന ആക്ഷൻ ആണ് ഗിവിംഗ് സീക്രട്ട് സ്റ്റാഫ് ടു മാസ് റെപ്യൂട്ടേഷൻ. സോ എ അല്ല, ഇത് ആക്ഷൻ ആണ്. അവരാളുകളാണ് വിറ്റ് ചെയ്യാൻ ഇൽനേച്ചോർഡ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എപ്പോഴും കോംപ്രഹെൻഷൻ എന്നുള്ളത് ഇങ്ങനെ ഇറ്റ്സ് ഈസി എന്ന് പറഞ്ഞിട്ട് വിടരുത്. മാക്സിമം നോക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ കേൾക്കുന്നില്ലേ? ഇനി പ്രോബ്ലം കട്ടാവുന്നുണ്ട് ഇടയ്ക്ക് വോയിസ്? ഇല്ലല്ലോ. No. ഇനി ഞാൻ ചെറിയൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കാം. ചിലപ്പോൾ ഇതായിട്ട് റിലേറ്റഡ് ആയിരിക്കില്ല എന്നാലും. വിച്ച് വിക്ടോറിയൻ നോവലിസ്റ്റ് wrote Middlemarch and famously explored provincial life through deep psychological realism? ആരായിരിക്കും? യെസ്, ഈസിയാണ്. എല്ലാം ഈസി തന്നെയാണ് കേട്ടോ. ഒന്ന് റിട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജോർജ് എലിയറ്റ്. ജോർജ് എലിയറ്റിന്റെ പെൻ നെയിം എന്തായിരുന്നു? റിയൽ നെയിം എന്തായിരുന്നു? സോറി, പെൻ നെയിം അല്ല, റിയൽ നെയിം എന്തായിരുന്നു? ജോർജ് എലിയറ്റ് എന്നുള്ളത്, അതെ, വെരി ഗുഡ്. അത് പെൻ നെയിം ആയിരുന്നു. ഷി വാസ് എ വുമൺ. ആൻഡ് അന്നത്തെ കാലത്ത് വി നോ. നെക്സ്റ്റ്, അടുത്തത്. What is the title of William Wordsworth and Samuel Taylor Coleridge's collaborative 1798 poetry collection that officially launched English Romanticism? This is a very important question. അതെ, വെരി ഗുഡ്. ലിറിക്കൽ ബല്ലാഡ്സ്. ഞാൻ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ ചോദിക്കുന്നത്. അടുത്തത്. ഇൻ ഗ്രീക്ക് ട്രാജഡി വാട്ട് ഈസ് ദ ടേം used for the tragic flaw or error in the judgment committed by the protagonist? എന്തായിരിക്കും? ഇത് ശരിക്കും നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഹമാർഷ്യ എന്നല്ല കേട്ടോ, ഇത് ഹമാട്ടിയ എന്നാട്ടത് വായിക്കുന്നത്. ദിസ് ഇസ് നോട്ട് ഹമാർഷ്യ, ദിസ് ഇസ് ഹമാട്ടിയ. ഓക്കെ, യെസ്, ആൻസർ ഇസ് ഹമാട്ടിയ. അടുത്ത ക്വസ്റ്റ്യൻ. അതെ, ഗ്രീക്ക് പ്രൊണൗൺസ് ഇത് ഹമാട്ടിയ എന്നാണ് വായിക്കുക. നമ്മൾ ഓപ്പൺ TI എന്ന് കാണുമ്പോൾ നമ്മൾ ഷിയ എന്നല്ല വായിക്കാം. ഇറ്റ്സ് നോട്ട്. അടുത്തത്. വിച്ച് സെമിനൽ 1978 പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റ് ബൈ എഡ്വാർഡ് സെയ്ഡ് critic Western representation and imperialistic stereotypes of the Orient? Yes, very good. Orientalism. You all are prepared. അടുത്തത്. ഇത് കുറച്ചൊന്ന് ഇൻഡെപ്ത് ആണ്. In Shakespeare's Hamlet, what is the name of the loyal friend who survives to tell Hamlet's story? ലോയൽ ഫ്രണ്ട് ആണ് ഹാംലെറ്റിന്റെ സ്റ്റോറി പറയുന്നത്. ആ ഫ്രണ്ടിന്റെ പേരെന്താണ് ഇൻ ഹാംലെറ്റ്? കുറച്ചൊരു ഇൻഡെപ്ത് ആണ്. ദിസ് ഇസ് PYQ, ഐ തിങ്ക്. P അല്ല, ഹാംലെറ്റിലെ H ആണ് സ്റ്റാർട്ടിംഗ് ലെറ്റർ. ഏതായിരിക്കും? ഇൻ ഷേക്സ്പിയർ, അതെ, ഹൊറേഷ്യോ. H എന്ന് പറഞ്ഞപ്പോ തന്നെ കിട്ടിയിട്ടില്ല. ഹൊറേഷ്യോ ആണ് കേട്ടോ ആൻസർ. ഓക്കെ, ഇനി വേണം ക്വസ്റ്റ്യൻസ്. ഇത് പോരെ? ഹൊറേഷ്യോ ആണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ ഒരു നെയിം കൂടെ ഉണ്ട്. ഇൻ സാമുവൽ ബെക്കറ്റ് വെയിറ്റിംഗ് ഫോർ ഗൊഡോട്ട് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ക്യാരക്ടർ ഹൂ സെർവ്സ് as പോസോസ് അബ്യൂസ്ഡ് സ്ലേവ്? പോസോന്റെ അബ്യൂസ്ഡ് സ്ലേവ് ആരാണ് വെയിറ്റിംഗ് ഫോർ ഗൊഡോട്ടിലെ? ഒരു പേരുണ്ട്, ലക്കി. യെസ്, പേരിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ ലക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്തത്. പോരെ? ഇനി മതി അല്ലേ? അതെ, അടുത്തത്. ഇനി വേണ്ടല്ലോ, ടൈം 10 ആയി. സോ ഇതുവരെ ഓക്കെ എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. വി ഓൾ ആർ വിത്ത് യു. ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. ഇതുവരെ ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്നാ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. പിന്നെ കണക്ട് ചെയ്ത് പഠിക്കുക. ഒരിക്കലും ഫാക്ച്വൽ ആയിട്ട് ഇങ്ങനെ പോയിന്റ് ഇട്ടിട്ട്, ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ പോയിന്റിൽ പഠിക്കാൻ പറ്റുന്ന സബ്ജക്റ്റ് അല്ല. നമ്മൾ ഇപ്പൊ കോമ്പറ്റീവ് എക്സാംസ് ആണെങ്കിൽ നമ്മളെ പോയിന്റ് വിട്ടിട്ട് അതിന്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസിയർ. കാരണം ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്നൊക്കെ നമുക്ക് നല്ലോണം ക്വസ്റ്റ്യൻസ് വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത് ഒന്നുമില്ല. ഓക്കെ ദെൻ, ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് അഗെയിൻ. താങ്ക് യു. Thank you all.